എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടുവാനും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവം ഈ തരുന്ന ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആഴ്ചയിൽ നമുക്ക് ഇപ്രകാരം ഓൺലൈൻ പ്രാർത്ഥനയായിട്ട് ഫാസ്റ്റിംഗ് പ്രയറായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിക്കുന്നല്ലോ. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. വിശ്വാസത്തോടുകൂടെ ആത്മാർത്ഥമായ ഒരുക്കത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം, നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അവസ്ഥകൾ, സാഹചര്യങ്ങൾ, ഒരുപക്ഷെ നമ്മളൊക്കെ മാത്രം അറിയുന്ന, നമ്മളുടെ അടുത്ത് പ്രിയപ്പെട്ടവർ മാത്രം അറിയുന്ന നമ്മളുടെ വ്യക്തിപരമായ നഷ്ടങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. എല്ലാ അനുഭവങ്ങളിലൂടെയും ദൈവം നമ്മളെ നടത്തുന്നു. അനുഭവങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപകളുമൊക്കെ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് പ്രാർത്ഥനയിൽ കഴിക്കുന്ന ഈ സമയം നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിനും നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ കുടുംബ ജീവിതത്തിനുമൊക്കെ അനുഗ്രഹവും നന്മയും ഒക്കെ ആയി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം, ശുശ്രൂഷകൾക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹൃദയങ്ങളെയും മനസ്സുകളെയും എല്ലാം നമുക്ക് വിശുദ്ധീകരിക്കാം. നമ്മുടെ വ്യക്തിപരമായ കുറവുകളും വ്യക്തിപരമായ വീഴ്ചകളും ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി, പകൽക്കാലത്തിനായി കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു രാത്രികാലം അവിടുത്തെ കൃപയിൽ അടിയങ്ങളെ കാത്ത് പരിപാലിച്ചതിനായിട്ടൊക്കെ സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ രാത്രിയിലൊക്കെ ഞങ്ങൾ പലവിധമായ ജീവിത സാഹചര്യങ്ങളിലൂടെ, അവസ്ഥകളിലൂടെ ഒക്കെ കടന്നുപോയി. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ നാളുകളിലൊക്കെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലും, ഞങ്ങൾ നേരിടുന്ന എല്ലാ ജീവിത വൈഷമ്യങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഏത് ജീവിത അവസ്ഥകളിലും നീ ഞങ്ങളെ കൈവിടാത്ത, നീ ഞങ്ങളെ ഉപേക്ഷിക്കാത്ത നല്ല ദൈവമായിരിക്കാൽ സ്തോത്രമാരെല്ലാം ഞങ്ങളെ ഉപേക്ഷിച്ചാലും, എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും, എന്തെല്ലാം ഞങ്ങൾ നേരിട്ടാലും, നന്മയും തിന്മയും എന്ത് നേരിട്ടാലും അതിനെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഈ നാളുകളിൽ കർത്താവെ, അങ്ങയോട് കൂടുതൽ അടുക്കുവാൻ, കർത്താവെ, അങ്ങയുടെ കൃപകൾ അനുഭവിച്ചറിയുവാനുള്ള വലിയ ശക്തിയും ബലവും ഒക്കെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതാവസ്ഥകളിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നീ ഞങ്ങളോട് കർത്താവെ ഇടപെടണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നേരിടുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ പേരുപേരായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ, അവരേത് അവസ്ഥയിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവോ ആ അവസ്ഥയിൽ അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപകളും അവരുടെ മേൽ വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എവിടെ ആയിരുന്നാലും വിശ്വാസത്തിൽ ഒന്നായിരിക്കാനും, വിശ്വാസത്തിൽ ഞങ്ങൾ എത്രത്തോളം അകന്നിരുന്നാലും ഞങ്ങളൊക്കെ അങ്ങയുടെ സ്നേഹത്തിലും അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലും ഒന്നിച്ചിരിപ്പാനും കൂടിയിരിപ്പാനും ഈ നാളുകളിലൊക്കെ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ കർത്താവെ ഒരു സ്ഥലത്ത്, ഒരു കോമൺ പ്ലേസിൽ ഒരുമിച്ച് കൂടുന്ന അവസ്ഥ, കർത്താവ് വിശ്വാസത്തിൻ്റെ ഒരു പൊതുസ്ഥലം, ഒരു പൊതു സാഹചര്യം, പൊതു സന്ദർഭം നീ ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പകൽക്കാലം ഞങ്ങളുടെ കൂടിവരവിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പെന്തക്കോസ്ത് നാളിൽ കർത്താവെ, ആദിമസഭ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ആത്മാവ് ഞങ്ങളുടെ മേൽ കടന്നു വരണമേ. ഞങ്ങളുടെ മേൽ അവിടുത്തെ ആത്മാവ് ആവസിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ബലഹീനമായ ജീവിത അവസ്ഥകളിൽ ഞങ്ങളൊക്കെ ശക്തീകരിക്കപ്പെടുവാൻ, ഞങ്ങളൊക്കെ ബലപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനകൾക്ക് വിവിധ ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന, നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും
അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ദൈവമേ, അവരെയോടുകൂടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. പാടുവാനും വചനം വായിക്കുവാനും പ്രാർത്ഥിപ്പാനും കർത്താവെ അവിടുന്ന് അവരെ ഒരുക്കണമേ. കർത്താവെ, ഞങ്ങളുടെയൊക്കെ ഒരുക്കങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ അവിടുന്ന് അറിയുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, കടന്നു വരേണ്ടവരെ കൂട്ടിച്ചേർക്കേണ്ടവരെ അവിടുന്ന് കൂട്ടിവരുത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഈ നാളുകളിലൊക്കെ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഞായറാഴ്ച ഞങ്ങളുടെ സഭയുടെ സ്തോത്ര ശുശ്രൂഷയും ഹാർവെസ്റ്റ് ഫെസ്റ്റിവലും ഒക്കെ ഞങ്ങൾ കർത്താവെ അതിനു വേണ്ടിയിട്ടൊക്കെ ആഘോഷിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുകയാണല്ലോ. ദൈവമേ, അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ പ്രയത്നങ്ങളും ഞങ്ങളുടെ കൂടിവരവുകളും കൂട്ടായ്മകളും ഒക്കെ സന്തോഷകരമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നടത്തണമേ, ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ അർപ്പിക്കുന്നതെല്ലാം അങ്ങയുടെ നാമത്തിനായി തീരുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് റിജിത്ത് എഡ്വിൻ ആൻഡ് ഫാമിലിയാണ്. ഇപ്പോൾ റിജിത്തും കുടുംബവും ഇപ്പോൾ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. അതിനുശേഷം റെജി ആൻറ്റി സങ്കീർത്തനം വായിക്കും. 18-ാം സങ്കീർത്തനം. ആരുടെയോ അത് ഓഫ് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. കേൾക്കുന്നുണ്ടോ അച്ഛാ? അർജിത്തെ കേൾക്കാം. യെസ്, ഓക്കെ, താങ്ക് യു അച്ഛാ. അച്ഛാ, ഫസ്റ്റ് സോങ് നമ്മൾ പാടുന്ന മലയാളം പാട്ട് ഗീതം ഗീതം ജയ ജയ ഗീതമാണ്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, നമ്മളേശുരാജൻ ജീവിക്കുമതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുമതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നമുക്കായി. ദൈവകോപതീയിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപതീയിൽ വെഞ്ചരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനമേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ, നമ്മളേശുരാജൻ ജീവിക്കുമതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുമതിനാൽ ജയഗീതം പാടിടുവിൻ. അടുത്ത സോങ് പ്രൈസ് ഹിം ആണ്. Praise him, Jesus, a blessed Redeemer. Sing, all earth, his wonderful love proclaim. Hail, 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 highest archangels in glory. Strength and honor give to his holy name. Like a shepherd, Jesus will guard his children. In his arms he carries them all day long. Praise him, tell of his excellent greatness. Praise him, ever ring joyful song. Praise him,
Jesus, our blessed Redeemer, from our sins he suffered and bled and died. He, our rock, our hope of eternal salvation. Hail him, Jesus the crucified. Sound his praises, Jesus he bore our sorrows. Love unbounded, wonderful, deep and strong. Praise him, tell of his excellent greatness. Praise him, ever in joyful song. Praise him, Jesus our blessed Redeemer. Heavenly portals loud and hosannas ring. Jesus, Savior, reigneth forever and ever. Crown him, prophet and priest and king. Christ is coming, over the world victorious. Power and glory unto the Lord belong. Praise him, tell of his excellent greatness. Praise him, ever in joyful song. Thank you, Chuck. Thank you, Regit. Psalms Regit. 18. I love you, O Lord, my strength. The Lord is my rock, my fortress, and my deliverer. My God is my rock, in whom I take refuge. He is my shield and the horn of my salvation, my stronghold. I call to the Lord, who is worthy of praise, and I am saved from my enemies. The cords of death entangled me. The torrents of destruction overwhelmed me. The cords of the grave coiled around me. The snares of death confronted me. In my distress, I called to the Lord. I cried to my God for help. From his temple, he heard my voice. My cry came from before him into his ears. The earth trembled and quaked, and the foundations of the mountains shook. They trembled because he was angry. Smoke rose from his nostrils. Consuming fire came from his mouth. Burning coals blazed out of it. He parted the heavens and came down. Dark clouds were under his feet. He mounted the cherubim and flew. He soared on the wings of the wind. He made darkness his covering, his canopy around him, the dark rain clouds of the sky. Out of the brightness of his presence, clouds advanced, with hailstones and bolts of lightning. The Lord thundered from heaven, the voice of the Most High resounded. He shot his arrows and scattered the enemies. Great bolts of lightning rooted them. The valleys of the sea were exposed, and the foundations of the earth laid bare. At your rebuke, O Lord, at the blast of breath from your nostrils. He reached down from on high and took hold of me. He drew me out of deep waters. He rescued me from my powerful enemy, from my foes who were too strong for me. They confronted me in the day of my disaster, but the Lord was my support. He brought me into a spacious place. He rescued me because he delighted in me. The Lord has dealt with me according to my righteousness. According to the cleanness of my hands, he has rewarded me. For I have kept the ways of the Lord. I have not done evil by turning from my God. All his laws are before me. I have not turned away from his decrees. I have been blameless before him and have kept myself from sin. The Lord has rewarded me according to my righteousness, according to the cleanness of my hands in his sight. To the faithful you show yourself faithful. To the blameless you show yourself blameless.
To the pure you show yourself pure, but to the crooked you show yourself shrewd. You save the humble, but bring low those those whose eyes are haughty. You, O Lord, keep my lamp burning. My God turns my darkness into light. With your help, I can advance against the truth. With my God, I can scale a wall. As for God, his way is perfect. The word of the Lord is flawless. He is a shield for all who take refuge in him. For who is God besides the Lord? And who is a rock except our God? It is God who arms me with strength and makes my way perfect. He makes my feet like the feet of a deer. He enables me to stand on the heights. He trains my hands for battle. My arms can bend a bow of bronze. You give me a shield of victory, and your right hand sustains me. You stoop down to make me great. You broaden the path beneath me, so that my ankles do not turn. I pursued my enemies and overtook them. I did not turn back till they were destroyed. I crushed them so that they could not rise. They fell beneath my feet. You armed me with strength for battle. You made my adversaries bow at my feet. You made my enemies turn their backs in flight, and I destroyed my foes. They cried for help, but there was no one to save them. To the Lord, but he did not answer. I beat them as fine as dust borne on the wind. I poured them out like mud in the streets. You have delivered me from the attacks of the people. You have made me the head of nations. People I did not know are subject to me. As soon as they hear me, they obey me. Foreigners cringe before me. They all lose heart. They come trembling from their strongholds. The Lord lives. Praise be to my rock. Exalted be God, my Savior. He is the God who avenges me, who subdues nations unto me, who saves me from my enemies. You exalted me above my foes. From violent men you rescued me. Therefore, I will praise you among the nations, O Lord. I will sing praises to your name. He gives his king great victories. He shows unfailing kindness to his anointed, to David and his descendants forever. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. 18-ാം സങ്കീർത്തനം വളരെ ദീർഘമായ ലെങ്തിയായ ഒരു ഒരു സങ്കീർത്തനമാണ്. അതിൽ വർണ്ണിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ്, ദൈവത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ആ വലിയവനായ ദൈവം ചെറിയവരായ, ഒന്നുമില്ലാത്തവരായ, ഒന്നുമല്ലാത്തവരായ, ആരുമല്ലാത്തവരായ മനുഷ്യർക്ക് വേണ്ടി, ബലഹീനർക്ക് വേണ്ടി, മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി, മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടി, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന വലിയവനായ ദൈവം, ചെറിയവരെ തേടി വരുന്ന, ചെറിയവരുടെ ജീവിത അനുഭവങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്ന, അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വലിയവനായ ദൈവത്തെയാണ് 18-ാം സങ്കീർത്തനം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത്. Though the Lord our God is almighty and powerful, he is a God who always stands with the poor, with the oppressed,
with the rejected, with the lonely. ആ വലിയവനായ ദൈവത്തെ ദാവീദ് തിരിച്ചറിയുന്നത് പോലെ നമുക്ക് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തെ നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ദൈവം വലിയവരെ അന്വേഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം വലിയവർക്ക് പിന്നാലെ പോകുന്ന ഒരു ദൈവമല്ല, മറിച്ച് എളിയവരെ അന്വേഷിക്കുന്ന ദൈവം, സൗമ്യതയുള്ളവരെ അന്വേഷിക്കുന്ന ദൈവം, ബലഹീനരെ കണ്ടെത്തുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളും നമ്മളെ ജീവിതത്തിൽ ബലഹീനരാക്കി തീർക്കുന്ന, ശക്തിഹീനരാക്കി തീർക്കുന്ന, നമ്മളെ ആരുമല്ലാത്തവരാക്കി തീർക്കുന്ന, നമ്മളെ ഈ വലിയ ലോകത്തിൽ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ജീവിത സാഹചര്യങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഓർക്കാം. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, സങ്കീർത്തനക്കാരൻ പറയുന്നു. അതുകൊണ്ട് ഏത് പ്രതിസന്ധികളെയും, ഏത് പ്രയാസങ്ങളെയും, ഏത് പ്രതികൂലങ്ങളെയും നേരിടുവാൻ, അതിനെ അതിജീവിക്കുവാൻ, ആ തടസ്സങ്ങളെയൊക്കെ അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ സഞ്ചരിപ്പാൻ, അതിനെയൊക്കെ കടന്ന് മുൻപോട്ട് പോകുവാനുള്ള ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് തിരിച്ചറിയാം. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യമാണ്. അതുകൊണ്ട് ദൈവം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ അസാധ്യമായി എനിക്കൊന്നുമില്ല. കാരണം എൻ്റെ ദൈവം എന്നെ ശക്തനാക്കുന്നവനാണ്. അതുകൊണ്ട് ഈ ഒരു പകൽക്കാലം നമുക്ക് ആ വലിയവനായ ദൈവത്തെ, നമ്മളെ ശക്തനാക്കുന്ന ദൈവത്തെ, നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവത്തെ, നമ്മുടെ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിപ്പാൻ നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊരു നിമിഷം ഒന്ന് ഓർക്കാം, നമുക്കൊന്ന് തിരിച്ചറിയാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ കൃപ നൽകണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ശക്തമാകുമ്പോൾ അതിനെ അതിജീവിപ്പാനുള്ള കൃപ അടിയന് തരണമേ. പൗലോസിനോട് അങ്ങ് പറഞ്ഞതുപോലെ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് അങ്ങ് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതികൂല ഘട്ടങ്ങളിൽ കേൾക്കുവാൻ, അതിനെ ഉള്ളുകൊണ്ട് തിരിച്ചറിയുവാൻ പിതാവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പറയാം. അത് നമ്മുടെ രോഗമാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗമാകാം, നമ്മുടെ കുടുംബത്തിൻ്റെ അസമാധാനങ്ങളാകാം, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകാം, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പ്രയാസങ്ങളാകാം, കുടുംബങ്ങൾ തമ്മിലുള്ള വൈഷമ്യങ്ങളാകാം, പലതാകാം. അതെന്തുമായിക്കോട്ടെ, ഏത് ജീവിതാവസ്ഥയായിക്കോട്ടെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ നേരിടുന്ന, നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥകളെല്ലാം ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഫലമേൽപ്പിക്കാം. കർത്താവേ, ഞാൻ പലപ്പോഴും ബലഹീനനായി പോകുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു രോഗഘട്ടത്തെ അതിജീവിപ്പാൻ എനിക്ക് കഴിയുമോ? അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന ഈ പ്രശ്നത്തെ എനിക്ക് തരണം ചെയ്ത് എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമോ എന്നൊക്കെ എനിക്ക് സംശയമായിരിക്കുന്നു. കർത്താവേ, നീ എന്നോട് കൂടെ ഇരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തണമേ, നീ എന്നെ ശക്തീകരിക്കണമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ഈ ഒരു പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തി, നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോടൊപ്പം അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടാകണമേ. നമ്മുടെ സഭയെ നമുക്ക് പ്രത്യേകമായിട്ട് ഭരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും, എല്ലാ ആവശ്യങ്ങളെയും, എല്ലാ നന്മകളെയും, എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഓർക്കാം. ദീർഘവർഷക്കാലം 70 വർഷത്തിലധികമായി ഈ ദേശത്ത് ദൈവം നമ്മെ പല അവസ്ഥകളിലൂടെ മുൻപോട്ട് നയിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കാം. വിശേഷിച്ച് നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് വേണ്ടി, താങ്ക്സ് ഗിവിംഗ് സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരോൾ സർവീസ് കടന്നു വരുന്നു, അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഞായറാഴ്ച ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കൂട്ടായ്മകൾ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ സംഘടനകൾ, അവരുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, അവരുടെ ഒരുമിച്ചുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ദൈവനാമഹത്വത്തിനായി തീരുവാൻ, എല്ലാം ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അതാരുടെയും
വ്യക്തിപരമായ മേനി പ്രദർശിപ്പിക്കാനോ കഴിവിനെ വെളിപ്പെടുത്താനോ ആരുടെയും വ്യക്തിപരമായ നന്മകളെ ഒന്നും ഉയർത്തിക്കാട്ടുവാനോ ഒന്നും ആകാതെ ഇതെല്ലാം ദൈവനാമത്തിന് മഹത്വത്തിനായി നിർവഹിപ്പാൻ ഭംഗിയായി കുറവുകൾ കൂടാതെ മെച്ചമായി നന്നായി ചെയ്യുവാൻ അവനെല്ലാം നന്നായി ചെയ്തു എന്ന് പറഞ്ഞത് നന്നായി ചെയ്യുവാൻ കർത്താവ് സഭയായി നമ്മളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരെയും ഓർക്കാം. എല്ലാ പ്രയത്നങ്ങളും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളും അതിൽ കടന്നു വരുവാനും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അതിൽ കടന്നു വരുവാനും നമുക്ക് ഒരുമിച്ച് കൂടി ഒരു പകൽക്കാലം ദൈവത്തിൽ ആനന്ദിപ്പാനും സന്തോഷിപ്പാനും കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കൊടുക്കുന്നതിൻ്റെ വലിപ്പമല്ല, നമ്മൾ ഇടുന്നതിൻ്റെ വലിപ്പമല്ല, നമ്മൾ വാങ്ങുന്നതിൻ്റെ വലിപ്പമൊന്നുമല്ല, മറിച്ച് നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിപ്പാൻ സന്തോഷിപ്പാൻ ഇത് അതിനൊക്കെയുള്ളൊരു വലിയ മുഖാന്തരങ്ങളാണ്. ഇതൊരു മത്സരമൊന്നുമല്ല, ഇതൊരു പണസമ്പാദനത്തിനുള്ള മാർഗമൊന്നുമല്ല, മറിച്ച് പണ്ട് ഇസ്രായേൽ ജനത കനാൻ നാട്ടിൽ പ്രവേശിച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അവർക്ക് നൽകിയ ആദ്യ ഫലങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളിൽ നിന്ന് അല്പാൽപമായി എടുത്ത് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ദേശാന്തരിയായിരുന്നു, ഞാൻ അടിമയായിരുന്നു, ഞാൻ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടവനാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടവനാണ്, ആരുമില്ലാതെ ഞാൻ നിലവിളിച്ചവനാണ്. ആ സമയത്തൊക്കെ നീ എൻ്റെ നിലവിളി ശബ്ദം കേട്ട് നീ ഇറങ്ങി വന്നു, എന്നെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു, എനിക്കൊരു ദേശം നൽകി, എനിക്ക് കൃഷി ചെയ്യാൻ അവസരം നൽകി, ഞാൻ കൃഷി ചെയ്തപ്പോൾ നീ എനിക്ക് കൃഷിയൊക്കെ ഫലകരമാക്കി നൽകി, ഇതാ അതിൽ നിന്നൊരംശം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. ഇത് ഞാൻ സമർപ്പിക്കുന്നതല്ല, മറിച്ച് നീ എന്നെ നടത്തിയത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരം. അത് അങ്ങനെയൊക്കെ ഓർക്കുവാൻ, അതിൻ്റെയൊക്കെയുള്ള ഒരു പുനരാവിഷ്കരണമൊക്കെ ആയി തീരാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മുടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പനിയുടെ പ്രയാസത്താൽ, അതുപോലെ തന്നെ ഒട്ടനവധി ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഈ നാളുകളിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പലവിധമായ ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സിലൂടെ കടന്നു പോകുന്നവരുണ്ട്. രോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, സങ്കടങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അടുത്ത ഞായറാഴ്ച എനിക്ക് ദേവാലയത്തിൽ പോകാൻ കഴിയുമോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്ന, ശാരീരികമായ ബലഹീനതയിൽ, രോഗത്തിൽ, ദുഃഖത്തിൽ, പ്രയാസത്തിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. കർത്താവ് അവർക്കൊക്കെ വേണ്ട വിടുതൽ കൊടുക്കണമേ, അവർക്ക് സമാധാനം നൽകണമേ, അവർക്ക് ആശ്വാസം നൽകണമേ, അവരെ ദൈവത്തിൻ്റെ കൃപയിൽ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിൻ്റെ ക്ഷീണത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സാലി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മേരി ജോൺ ആൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം, തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം, തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രമണി ആൻറ്റിക്ക് വേണ്ടി, ജേക്കബ് അങ്കിളിന് വേണ്ടി, അന്നമ്മ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ജെസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തങ്കം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രഞ്ജിത്ത് അങ്കിളിന് വേണ്ടി, സുശീൽ ആൻറ്റിക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും ഒക്കെ നൽകണമേ, ശക്തിയും ബലവും നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദീർഘനാളുകളായി ശാരീരികമായ പ്രയാസങ്ങളിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി, രാജൻ ജോൺ അങ്കിളിന് വേണ്ടി, ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഡോക്ടർ റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഷമലൂട്ടി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം, ലിസി ആൻറ്റിക്ക് വേണ്ടിയും എബ്രഹാം അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം, ആലീസ് തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും, രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ സഭയിലായിരിക്കുന്നവരെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പേര് പറഞ്ഞവരുണ്ട്, വിട്ടുപോയവരാരെങ്കിലും ഒക്കെ കാണും, അവരെയെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട സൗഖ്യം, വിടുതൽ, ആശ്വാസമൊക്കെ നൽകണമേ. ദേവാലയത്തിലൊക്കെ വരണമെന്ന് അവരിൽ പലർക്കും ആഗ്രഹമുണ്ടായേക്കാം. എന്നാൽ പല കാരണങ്ങളാൽ, ശാരീരികമായ ബുദ്ധിമുട്ടുകളാലൊക്കെ അവർ പ്രയാസത്തിലാണ്. ദൈവം അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ കെയറിലായിരിക്കുന്ന, കരുതലിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരൊക്കെ പ്രിയപ്പെട്ട മക്കളെ ശുശ്രൂഷിപ്പാൻ അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
ക്യാൻസറിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ട്രീറ്റ്മെന്റിന്റെ പല സ്റ്റേജസിലായിട്ടുള്ളവരുണ്ട്, അഡ്വാൻസ് സ്റ്റേജിലുള്ളവരുണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു റിക്കവറി പീരീഡിലായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സർവൈവൽ ടൈമിലായിരിക്കുന്നുണ്ട്, അവരെല്ലാം നമുക്ക് ഓർത്ത്. ഇതൊരു വലിയ നമ്മളെ വല്ലാതെ ഉലച്ചു കളയുന്ന ഒരു ഡിസീസാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അതിൽ നിന്നൊക്കെ കാക്കണമേ. ഈ രോഗമൊന്നും വരാതെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സംരക്ഷിക്കണമേ, ബലപ്പെടുത്തണമേ, കാവലാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മളുടെ വേൾഡ് സൺഡേ സ്കൂളൊക്കെ ഡേ മനോഹരമായി നടന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ദൈവം ഒരുപാട് നന്മകളൊക്കെ നൽകിയിട്ടുണ്ട്. അവരെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും വിവേകമൊക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. അവരുടെ പ്രയത്നങ്ങൾ അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാൻ അവരെ ദൈവം ഒരുക്കണമെന്ന്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, അതുപോലെ മെഡിക്കൽ എൻട്രൻസ്, അതുപോലെ തന്നെ അതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഒരു പ്രിപ്പറേഷനൊക്കെ അനുഗ്രഹപ്രദമായി തീരുവാൻ, അവരാഗ്രഹിക്കുന്നത് പോലെ നല്ല നല്ല കോഴ്സുകൾക്കൊക്കെ അവർക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡിഗ്രി പഠനം ആരംഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ, PG പഠനത്തിലായിരിക്കുന്നവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, പല മേഖലയിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ ഭാരതത്തിൻ്റെ പല നഗരങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്ക് തക്കതായിട്ടുള്ള തുണകളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല നല്ല ജീവിതങ്ങൾ, നല്ല കുടുംബങ്ങളൊക്കെ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുക്കങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ഉണ്ടാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജോലിയിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ജോലി അടുത്തിടയ്ക്ക് കിട്ടിയിട്ടുള്ളവർ IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, ഗവൺമെൻറ് സർവീസിൽ, പ്രൈവറ്റ് ഫേംസിൽ, അതുപോലെ തന്നെ സ്വന്തമായ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അങ്ങനെ ജോലിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർക്കാം. അവർക്ക് നല്ല ജോലികളൊക്കെ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലിയിലായിരിക്കുന്ന ജോലി മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് IT മേഖലകളിലും മാർക്കറ്റിംഗ് മേഖലകളിലും ഒക്കെയുള്ള ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് പ്രഷറുകളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. അതിനെയൊക്കെ അതിജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയും കുടുംബവും ഒക്കെ ഒരുമിച്ച് നന്നായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യങ് കപ്പിൾസിനെ എല്ലാം നമുക്ക് ഓർക്കാം. വിവാഹം കഴിഞ്ഞിട്ട് ദീർഘനാളുകളായി കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കുഞ്ഞുങ്ങളെയൊക്കെ നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമാണല്ലോ തലമുറകളെയൊക്കെ നൽകുന്നത്. അവർക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും കാത്തിരിക്കുവാനും ഒക്കെ പ്രിയപ്പെട്ട മക്കളെ ദൈവം സഹായിക്കണമേ. ക്യാരിങ് ആയിട്ടുള്ള നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ കഴിഞ്ഞ നാളുകളിലെ വേദനകളിലൊക്കെ അതിജീവിച്ച് സന്തോഷത്തോടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമെന്ന് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതെ, കുടുംബത്തെക്കുറിച്ച്, ജീവിത പങ്കാളികളെക്കുറിച്ച് ഒരു പ്രാവശ്യം പ്രയാസങ്ങളൊക്കെ നേരിട്ടു എന്ന് കരുതി നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ സന്തോഷത്തോടെ മുൻപോട്ട് വലിയ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ജീവിതം തുടരുവാൻ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിദൂരസ്ഥരായിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെയൊക്കെ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ CSI സഭയ്ക്ക് വേണ്ടി, ഇതര സഭകൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മിഷണറിമാർക്ക് വേണ്ടി, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിലെ ശുശ്രൂഷകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശേഷാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ചുറ്റുപാടുകളുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് പരമലിക്കാം. പ്രത്യേകിച്ച്
യുദ്ധങ്ങളാലും യുദ്ധക്കെടുതികളാലും കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തോട്, ലോകത്തോട് ദൈവം മനസ്സലിവ് തോന്നണമേ. യുദ്ധങ്ങളൊക്കെ അമർച്ച ചെയ്യപ്പെടുവാനും ശാന്തിയോടെ സമാധാനത്തോടെ ഒക്കെ പുലരുവാനും കർത്താവ് നമ്മളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും വിഷയങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, എന്നെ അലട്ടുന്ന, എന്നെ സങ്കടപ്പെടുത്തുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മേലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ, അവിടുത്തെ കൃപ ഉണ്ടാകണമേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ഒക്കെ മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ. ആവശ്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപ നൽകി ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും, എല്ലാ ആവശ്യങ്ങളെയും, എല്ലാ ഭാരങ്ങളെയും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് വിശ്വാസത്തോടുകൂടെ സമർപ്പണത്തോടുകൂടെ ദൈവം കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിശ്വാസത്തോടുകൂടെ താഴ്മയായിട്ട് സമർപ്പിക്കാം. അതിൻ്റെ മേലൊക്കെ ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പും കൃപകളും ഈ നാളുകളിലൊക്കെ ലഭിക്കാനായിട്ട് കർത്താവ് സഹായിക്കും. പ്രത്യേകിച്ച് നമ്മുടെ രോഗാവസ്ഥകളൊക്കെ ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, വൈഷമ്യങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മളെ അലട്ടുന്ന എല്ലാ അവസ്ഥകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അഞ്ചു നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാം. യെസ്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ നല്ല പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലെ കർത്താവേ, ഹല്ലേലൂയ, ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന് മുൻപിൽ കർത്താവേ ഞങ്ങൾക്ക് മുട്ടുമടക്കുവാൻ എൻ്റെ ദൈവം ഒരുക്കി തന്ന സമയത്തിനായി, ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അനേകർക്ക് കർത്താവേ ഭാഗ്യം ലഭിക്കാതെ കർത്താവേ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിന്റെ ചിറകടിയിലെ കർത്താവെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഇന്നത്തെ ഈ കർത്താവെ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ്, ഹല്ലേലൂയ, അവർക്ക് കടന്നു വരുവാൻ ദൈവം കൃപകളെ നൽകി കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ കടന്നു വരാതെ കർത്താവെ പല ജോലി കാര്യങ്ങളിലെ പലവിധമാകുന്ന ആവശ്യങ്ങൾക്കായി കർത്താവെ ഇത് പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, ഹല്ലേലൂയ. അവരെല്ലാം എൻ്റെ ദൈവം കാണുമാറാകണമേ കർത്താവെ. അവരുടെ ആവശ്യങ്ങളില് കർത്താവെ, അവരൊക്കെ ഏതൊക്കെ ആവശ്യങ്ങളിലായിരിക്കുന്നോ കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. പ്രത്യേകാല അച്ഛനെയും കർത്താവെ, ഭവനത്തെയും കർത്താവെ, കൊച്ചമ്മയും മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവമേ, കർത്താവിന്റെ വേല ചെയ്യുവാൻ ഈ ദേശത്ത് കടന്നു വന്ന് കർത്താവ് എൻ്റെ ദൈവം അവരെ മാനിക്കണം, അനുഗ്രഹിക്കണം കർത്താവെ, ഹല്ലേലൂയ. വചന ശുശ്രൂഷിപ്പാന്റെ കർത്താവ് ദാസനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകാല ദൈവമേ, ഞങ്ങൾ കൊച്ചമ്മയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സാരമായ രോഗത്താൽ ഭാരപ്പെടുന്ന കർത്താവെ, ഹല്ലേലൂയ. എന്നാൽ സകല രോഗങ്ങൾക്കും വൈദ്യനായ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാഥാ കർത്താവെ. ഞങ്ങളാൽ പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നിനും കഴിവില്ല കർത്താവെ, ഹല്ലേലൂയ. ദൈവമേ കർത്താവെ, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാളെ യഹോവയിൽ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന കർത്താവെ. അപ്രകാരം ദൈവം ഒരു വിടുതൽ നൽകി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, പ്രത്യേകാല കർത്താവെ സൺഡേയിൽ നടക്കുന്ന കർത്താവെ ഞങ്ങളുടെ താങ്ക്സ് ഗിവിംഗ് സർവീസും കർത്താവെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിനെല്ലാം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് ഇടയാക്കണമേ കർത്താവെ. ആ ഒരു കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവെ പ്രിയദാസിക്ക് കടന്നു വന്ന് കർത്താവെ അതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവ ആരോഗ്യവും ബലവും നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ
കർത്താവ് ഞങ്ങൾക്ക് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെല്ലാം ഒരു കുടുംബമായി കർത്താവെ ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സന്തോഷിക്കുവാൻ എന്റെ ദൈവം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്റെ ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം കർത്താവെ പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ അങ്ങയുടെ ദയ, അങ്ങയുടെ കരുണ ഒന്ന് മാത്രമാണ് കർത്താവെ ഞങ്ങളെ താങ്ങി നിർത്തുന്നത്. ഹല്ലേലൂയ. എന്റെ കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലുള്ള ഓരോ കുടുംബത്തെയും കർത്താവേ ഹല്ലേലൂയ ദൈവമേ പേരുപേരായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ ഒത്തൊരുമയോടെ കർത്താവേ എന്റെ ദൈവത്തിന് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കർത്താവേ ഹല്ലേലൂയ സന്തോഷത്തോടെ ചെയ്യുവാന് കർത്താവേ എന്റെ ദൈവം കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകണം കർത്താവേ. അതെല്ലാം എന്റെ ദൈവത്തിന്റെ കർത്താവേ ഹല്ലേലൂയ ദൈവമേ കോവയ്ക്കായി ചെയ്യുന്നുവെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എന്റെ ദൈവത്തിനായി അത് ചെയ്യുന്നുവെന്ന് വിചാരത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കണം കർത്താവേ ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലെ ഓരോ പ്രവർത്തനങ്ങളെയും ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. സൺഡേ സ്കൂളിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവേ ദൈവമുള്ളവരായി വളർന്നു വരുവാൻ ഈ ലോകത്തിന്റെ കർത്താവേ മോഹങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ നശിച്ചു പോകുവാൻ എന്റെ ദൈവം ഇടയാക്കരുത് കർത്താവേ. എല്ലാ കുഞ്ഞുങ്ങളും കർത്താവേ ദൈവവചനം പഠിച്ച് കർത്താവേ എന്റെ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ കർത്താവേ, ആരും വഴിതെറ്റി പോകുവാൻ എന്റെ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവെ ജീവിപ്പാൻ എന്റെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യൂത്ത് മൂവ്മെന്റിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. യൗവനക്കാരായിട്ടുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളും കർത്താവെ അങ്ങയ്ക്ക് വേണ്ടിയുള്ള കർത്താവെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കർത്താവ് അവർക്കെല്ലാം കർത്താവെ മനസ്സൊരുക്കമുള്ളവരായി തീരുവാൻ ദൈവഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. വുമൺ ഫെലോഷിപ്പിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ ദൈവാനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. കരോൾ സർവീസിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ അങ്ങനെ കർത്താവെ പലവിധമാകുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഭയിലുണ്ട് കർത്താവെ ഹല്ലേലൂയ. അതിനു വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള കർത്താവെ സാമ്പത്തിക നന്മകള് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ദൈവം കർത്താവെ തക്ക സമയത്ത് ദൈവം ഞങ്ങൾക്ക് അതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. കർത്താവെ സഭയിലെ കർത്താവെ പല ആളുകളും കർത്താവെ രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ ഹല്ലേലൂയ. കർത്താവെ പേരെടുത്ത് പറയുവാൻ ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങളെക്കാൾ അധികമായി എന്റെ കർത്താവ് അറിയുന്നു ഹല്ലേലൂയ. കർത്താവെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് ഹല്ലേലൂയ അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം തൊട്ട് കർത്താവർക്കെല്ലാം വിടുതൽ നൽകി കൊടുക്കണം കർത്താവെ ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരാതെ കർത്താവെ അനേകര് രോഗങ്ങളാല് ഭാരങ്ങളാല് കർത്താവെ പലരും ഭവനങ്ങളിലായിരിക്കുന്ന കർത്താവെ അവരെല്ലാം ദൈവം കാണണം കർത്താവെ, അവർക്കെല്ലാം സൗഖ്യം നൽകണം ദൈവത്തെ. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം അവർക്ക് സൗഖ്യം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ക്യാൻസർ രോഗികളായി ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആ രോഗം കർത്താവെ വളരെ കർത്താവെ മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന ഒരു രോഗമാണ്, വേദനകൾ നിറഞ്ഞ രോഗമാണെന്ന് കർത്താവെ ഞങ്ങളെല്ലാം അറിയുന്നു നാഥാ. കർത്താവെ വേദന ഭാരങ്ങളിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കണം കർത്താവെ ഹല്ലേലൂയ. എന്റെ ദൈവമേ കർത്താവെ അതിന് വേണ്ടുന്ന ചികിത്സകളൊക്കെയും ചെയ്യുമ്പോൾ അതെല്ലാം കർത്താവെ അവർക്ക് കർത്താവെ ശരീരത്തിന് കർത്താവെ അതെല്ലാം ദൈവമേ അവർക്ക് അതൊരു അനുഗ്രഹവും കർത്താവ് വിടുതലുമായി തീരുവാൻ ആ കർത്താവെ ചികിത്സകളെല്ലാം അവർക്ക് കർത്താവെ ശരീരത്തിൽ വഹിക്കുവാൻ തക്ക ബലവും ആരോഗ്യവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആരും കർത്താവെ രോഗത്താൽ ഞങ്ങൾ ആരും ഭാരപ്പെടുവാൻ എന്റെ ദൈവം ഇടയാക്കരുത് കർത്താവെ ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടേതാകുന്ന കർത്താവെ കാര്യമായിട്ടുള്ള എല്ലാ കർത്താവെ വ്യക്തികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന നാഥാ. നല്ല കുഞ്ഞുങ്ങളെ കർത്താവെ ദൈവ ഭയത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നൽകണം കർത്താവെ, ഒരു കുറവും കൂടാതെ കർത്താവെ ഹല്ലേലൂയ. മക്കളെ ഹോവ തരുന്ന ദാനോദര ഫലോട് തരുന്ന പ്രതിഫലം എന്ന് ഞങ്ങൾ അറിയുന്നു നാഥാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ എന്റെ ദൈവത്തിന്റെ വരവ് താമസമെങ്കില് കർത്താവെ എല്ലാവരും നന്നായി ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് വഴികളും മുഖാന്തരങ്ങളും ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. കർത്താവെ ഞങ്ങളുടെ പഠിക്കുന്ന
എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവെ, ഹല്ലേലൂയ. +2 പഠിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ പരീക്ഷകളൊക്കെയും കർത്താവെ അടുത്തു വന്നിരിക്കുന്ന ദിവസങ്ങളില് കർത്താവ് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി, അറിവും, ജ്ഞാനവും ഓർമ്മശക്തിയും കർത്താവെ അവർക്ക് നൽകണം നാഥ കർത്താവെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കർത്താവെ ഒരു പ്രാർത്ഥനയോട് കൂടി ദൈവമേ, ഹല്ലേലൂയ, എക്സാം ഒക്കെ നേരിടുവാൻ എന്റെ ദൈവം കുഞ്ഞുങ്ങൾക്കെല്ലാം കർത്താവെ, ഹല്ലേലൂയ, ബുദ്ധി, അറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന് വേണ്ടി കർത്താവെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന നാഥ കർത്താവെ. അവരെല്ലാം എന്റെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളുടെ സഭയുടെ നടത്തിപ്പുകാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരൊക്കെ ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ അങ്ങയുടെ വേല ചെയ്യുവാൻ കർത്താവ്, ഹല്ലേലൂയ, ആരോഗ്യവും ബലവും കൊടുത്ത് കർത്താവെ, ഹല്ലേലൂയ, ആയിരിക്കാൻ എന്റെ ദൈവടയാക്കണം കർത്താവെ. ഞങ്ങളെ ഈ ദേശത്താക്കിയിരിക്കുന്നത് കർത്താവെ, അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ കർത്താവെ. ഹല്ലേലൂയ. പലവിധമാകുന്ന കർത്താവെ, ഹല്ലേലൂയ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. കോളേജിൽ അഡ്മിഷന് വേണ്ടി കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവെ. അവർക്കെല്ലാം കർത്താവെ തക്ക സമയത്ത് ദൈവം അവർക്കായി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിദേശത്തേക്ക് കടന്നുപോയിരിക്കുന്ന എല്ലാ കർത്താവെ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരുടെ എല്ലാം ജോലി കാര്യങ്ങളിൽ കർത്താവിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കർത്താവെ അങ്ങയുടെ മുഖത്തോട്ട് നോക്കുവാൻ തക്കവണ്ണം കർത്താവെ, ഹല്ലേലൂയ, എന്റെ ദൈവത്തോട് പറ്റിച്ചേരുവാന് കർത്താവെ, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ കരങ്ങളിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഏൽപ്പിക്കുവാൻ കർത്താവ് കൃപ നൽകണമേ കർത്താവെ. ഹല്ലേലൂയ. കാണുന്നവരെ എന്റെ കർത്താവിന്റെ ചിറകടിയിൽ അവിടുന്ന് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. യുദ്ധങ്ങളാലും ഭാരങ്ങളാലും കർത്താവെ, പലവിധമാകുന്ന പ്രയാസങ്ങളാല് കർത്താവെ, ലോകത്തില് കർത്താവെ അനേകർക്ക് കർത്താവെ ബുദ്ധിമുട്ടുന്ന കർത്താവെ, അവരെല്ലാം ഞങ്ങളെ നിമിഷം ഓർക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. അങ്ങയുടെ വേലയില് പല സ്ഥലങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, ദാസിമാരെ, കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനത്ത് എന്റെ ദൈവം അവരെ കാത്തു പരിപാലിക്കണം. അവരുടെ വേലകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ. പ്രത്യേകാലം ഞങ്ങളുടെ സഭയില് കർത്താവെ, പ്രായമായ കർത്താവെ മാതാപിതാക്കന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ വാർദ്ധക്യത്തില് കർത്താവെ എന്റെ ദൈവത്തോട് അധികമായി അടുക്കുവാൻ കർത്താവ് സഹായിക്കണം കർത്താവെ. ഹല്ലേലൂയ. എന്റെ ദൈവം അവരെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവമേ, ഹല്ലേലൂയ, നിലനിൽക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം കടബാധിതകളാല് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. അവരുടെയൊക്കെ ഭാരങ്ങൾ എന്തായിരുന്നാലും ദൈവം അങ്ങ് കാണുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുടുംബത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ. അവർക്കെല്ലാം ദൈവമേ കർത്താവെ, ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം അവർക്കെല്ലാം വേണ്ടത് കർത്താവെ അറിഞ്ഞ് നൽകി കൊടുക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അവരോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഒന്നും കർത്താവെ, ഹല്ലേലൂയ, കർത്താവിന്റെ കരങ്ങൾക്ക് ദോഷമായി ഒന്നും ചെയ്യുന്ന ദൈവമല്ലല്ലോ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ നോട്ടത്തിലെ ചിന്തയിലെ നിരൂപണത്തിലൊക്കെ വന്നു പോയിരിക്കുന്ന പല കുറവശങ്ങളുമുണ്ട് കർത്താവെ. അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലെ കുറവശങ്ങളൊന്നും മറ്റുള്ളവർക്ക് അതൊരു ഭാരമായി തീരുവാൻ എന്റെ ദൈവം ഇടയാക്കരുതേ അപ്പച്ച. കർത്താവെ, ഞങ്ങൾ അന്യോന്യ സ്നേഹത്തിൽ വളരുവാൻ കർത്താവെ, ദൈവ
ദൈവസന്നിധിയിൽ കർത്താവെ, എന്റെ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിച്ച ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ അന്യോന്യം സ്നേഹിക്കുവാന് കർത്താവെ, കരുതുവാന് കർത്താവെ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. പിന്നെ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ പരമേൽപ്പിക്കുന്ന കർത്താവെ, വചനം കേൾക്കുമ്പോൾ കർത്താവെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ജീവിപ്പാന് കർത്താവെ, വചനം എന്താണെന്ന് കർത്താവെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവമേ കർത്താവെ, എന്റെ ദൈവത്തിന്റെ കർത്താവെ ഇഷ്ടം ഏതാണോ അപ്രകാരം ഞങ്ങൾ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവെ, ഞങ്ങളെ വഴി നടത്തണം കർത്താവെ. ഞങ്ങളുടെ ഭാരങ്ങളെ ശിങ്കല കർത്താവെ ഞങ്ങളെ ആരും ചുമന്നോട് കർത്താവിന്റെ സന്നിധിയിലെ ദൈവമേ, അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദിയുള്ളവരായി കർത്താവെ ജീവിപ്പാന് കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളൊന്നുമില്ല കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് തന്ന ആയുസ്സാലും ഞങ്ങളത് കർത്താവ് ഓരോ ദിവസവും ഞങ്ങൾ നടന്ന് ഞങ്ങൾക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല കർത്താവെ. ഹല്ലേലൂയ. എല്ലാം അങ്ങ് തന്ന ദാനം മാത്രമാണ് കർത്താവെ. ഹല്ലേലൂയ. അപ്രകാരം ദൈവസന്നിധിയിൽ കർത്താവെ, ഹല്ലേലൂയ, എന്റെ ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി അന്യോന്യം കുറ്റപ്പെടുത്താതെ കർത്താവെ ജീവിപ്പാനുള്ള കൃപ ദൈവം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്ന നാഥ കർത്താവെ, പ്രാർത്ഥിക്കാൻ വിട്ടുപോയ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ കർത്താവെ. പ്രാർത്ഥന എന്റെ ദൈവം കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്ന നല്ല പിതാവേ, പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. സ്തോത്രം. താങ്ക് യു അച്ഛാ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക നാം, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നൽകുന്ന ഈ നല്ല സാഹചര്യത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ഇപ്രകാരം കൂടി വരുവാനായിട്ട് ദൈവം സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. നമ്മൾ ഓരോ സമയവും ദൈവത്തിൻ്റെ സന്നിധിയിലും ദൈവകൃപയിലും ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ഫിസിക്കൽ പ്രസൻസ്, ഫിസിക്കൽ അപ്പിയറൻസ് സെയിം ആണെങ്കിലും നമ്മളുടെ മെൻ്റൽ ഇമോഷണൽ ആംബിയൻസ് വളരെ വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ അകമേയുള്ള അത്തരത്തിലുള്ള മെൻ്റൽ, മാനസികവും വൈകാരികവുമായ സാഹചര്യങ്ങളാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ഫിസിക്കലി നമ്മൾ ചിലപ്പോൾ വി റിമെയിൻ ദ സെയിം ഫോർ ലോങ് ടൈം. അങ്ങനെ നമ്മളെപ്പോഴും പറയത്തില്ലേ, ചിലർ പ്രായമാകത്തില്ല, ചിലർ പ്രായമായാലും അങ്ങനെ കുറേ കാലം അങ്ങനെ തന്നെ ഇരിക്കും, അവർക്കൊരു ചേഞ്ചും വരില്ല. ദേ വിൽ റിമെയിൻ ദ സെയിം. ബട്ട് വി നോ വി ആർ നോട്ട് ദ സെയിം. ഡേ ബൈ ഡേ, week by week, month by month, we are changing. We are emotionally, we are changing. Mentally, we are changing. നമ്മൾ മാനസികമായും വൈകാരികമായും നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ആ ഒരു മാറുന്ന നമ്മുടെ സാഹചര്യങ്ങളിലും, നമ്മൾ മാറിയിരിക്കുന്ന സാഹചര്യങ്ങളിലുമൊക്കെ എല്ലാ ജീവിത അവസ്ഥയിലും നമുക്ക് ഒരേപോലെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, ദൈവകൃപയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം. അത് ഒരർത്ഥത്തിൽ എങ്ങനെ ആയിരുന്നാലും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയുക എന്നുള്ളതൊരു വലിയൊരു that is a point to be amazed. That is a reality, that is a fact to be, to wonder. നമുക്ക് അത്ഭുതപ്പെടാനും വിസ്മയിക്കാനുമുള്ള ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പെന്തക്കോസ്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ പറഞ്ഞത് the basic fundamental element of Pentecost is amazement എന്നുള്ളതാണ്, അല്ലേ? Fundamental element of Pentecost is astonishment, അല്ലേ? An astonishing community, an amazing community. ഒരു അത്തരത്തിലൊരു വിസ്മയങ്ങളുടെ, അത്ഭുതങ്ങളുടെ ഒരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വലിയ പ്രോബ്ലം. അത്തരത്തിലുള്ള വിസ്മയങ്ങളുടെ ഒരു കുടുംബമാകാൻ, can we become a family of amazement? Can we change ourselves into a community of wonder? വിസ്മയങ്ങളുടെ, അത്ഭുതങ്ങളുടെ ഒരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയുമോ? യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കൂട്ടങ്ങളും കൂട്ടായ്മകളും ആത്മീയമായ സന്ദർഭങ്ങളും ഒക്കെ നമ്മളെ മാറ്റേണ്ടത് അങ്ങനെയാണ്. The sense of wonder, the element of wonder. ഇപ്പോൾ CSI സഭ രൂപപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് that is an ecumenical wonder. പല സഭയായി, പല വിഭാഗത്തിലുള്ളവർ, പല ലാംഗ്വേജിലുള്ളവർ, പല ലിറ്റർജിക്കൽ ട്രഡീഷനിലുള്ളവർ, പല ചർച്ച് ട്രഡീഷനിലുള്ളവർ, പല മിഷണറി ബാക്ക്ഗ്രൗണ്ടിലുള്ളവരൊക്കെ ഒന്നിച്ചു ചേർന്നു. അപ്പോൾ ഒരു എലമെന്റ് ഓഫ് വണ്ടർ, എലമെന്റ് ഓഫ് അമേസ്മെന്റ്, എലമെന്റ് ഓഫ് അസ്റ്റോണിഷ്മെന്റ് അതിനകത്തുണ്ടായിരുന്നു. അത് നമുക്ക് പിന്നീട് തുടരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്നാൽ ഒരുപക്ഷെ നമ്മുടെ സഭയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള മൊമെന്റ്സ് ഓഫ് വണ്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. അത്ഭുതങ്ങളുടെ, വിസ്മയങ്ങളുടെ ചില സന്ദർഭങ്ങൾ. അത് എല്ലായ്പ്പോഴും നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണെങ്കിലും അതത്ര അപ്രാപ്യമായിട്ടുള്ള, വിദൂരമായിട്ടുള്ള ഒന്നല്ല. വി ക്യാൻ ബിക്കം എ കമ്മ്യൂണിറ്റി ഓഫ് അമേസ്മെന്റ്. ഇന്ന് നമ്മൾ പെന്തക്കോസ്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച്, അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, അവർ പെന്തക്കോസ്ത് നാള് വന്ന സമയത്ത് അവരൊരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞു, there was some expressions, unusual expressions,
ആകാശത്ത് നിന്ന് കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിണർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഇപ്പൊ 2 എക്സ്പീരിയൻസാണ് അവർക്കുണ്ടാകുന്നത്. ദി എക്സ്പീരിയൻസ് ഓഫ് അമേസ്മെന്റ്, ഈ അത്ഭുതങ്ങളുടെ വിസ്മയങ്ങളുടെ 2 അനുഭവങ്ങൾ. ഒന്ന്, അവര് ഇരിക്കുന്ന ഇടത്ത് കുറച്ച് ശബ്ദമുണ്ടായി. അത് ആകാശത്ത് നിന്നൊരു ശബ്ദമുണ്ടായി, ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. പിന്നെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ അവർക്ക് അത് വെളിപ്പെട്ട് വന്നു. 1 മുഴക്കമുണ്ടായി, 2 പ്രത്യക്ഷമായി എന്നാ പറയുന്നത്. പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ it appeared to them, it was made visible to them, the tongues of fire and the wind. അവർക്ക് കാറ്റ് അനുഭവപ്പെട്ടു. ഇത് 2 കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആസ് എ കണ്ടിന്യൂറ്റി. ഇത് അവരെ അത്ഭുതപ്പെടുത്തിയ 2 പ്രതിഭാസങ്ങളാണ്. അതായത് പെന്തക്കോസ്ത് സംഭവം സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ദ ചർച്ച് ഷുഡ് ബിക്കം എ കമ്മ്യൂണിറ്റി ദാറ്റ് ഈസ് അവേക്കൻഡ് ഫ്രം അബവ്. ഉയരങ്ങളിൽ നിന്ന് ഉണർത്തപ്പെട്ട സമൂഹമാകണം സഭ. ഉയരങ്ങൾ ഉണർത്തിയവരാകണം. നമ്മൾ ഈ താഴെ കിടന്നാണ് നമ്മുടെ കടിപിടി മുഴുവൻ. ഇന്ന് സഭയുടെ ഒട്ടുമിക്ക കാര്യങ്ങളിലും വി ആർ കൺസേൺ മോസ്റ്റ്ലി അബൌട്ട് ദ തിങ്സ് ഫ്രം ബിലോ, അല്ലെ, വേൾഡ്ലി തിങ്സിലാണ് നമ്മുടെ ഈ സഭകളൊക്കെ തകരുന്നത്, സഭകളൊക്കെ വളരാത്തത്, സഭകളൊക്കെ അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ we are still struggling with the things from below. താഴെയുള്ള കാര്യങ്ങളാണ്, മനുഷ്യരുടെ ഇടയിലുള്ള കാര്യങ്ങളാണ്, നമ്മളുടെ കാര്യങ്ങളിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഈ ബഹളം വെക്കുന്നത്. ആൻഡ് വി ക്യാൻ ബി ബ്ലെസ്ഡ്. നമുക്ക് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ച, ആത്മീയമായ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വി ഷുഡ് ബി എ കമ്മ്യൂണിറ്റി വിച്ച് ഈസ് അവേക്കൻഡ് ഫ്രം അബവ്. ഉയരങ്ങളിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്താൽ ഉണർത്തപ്പെട്ടവരാകണം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് നഥാനിയേലിനോട് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല. അവിടെ പറയുന്ന വാക്ക്, യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്ന വാക്ക് എന്താണ്? അനോത്തൻ നമ്മുടെ അനോച്ചനല്ല, അനോത്തൻ എന്ന വാക്ക്. അനോത്തൻ എന്ന വാക്കിന്റെ അർത്ഥം ബീയിങ് ബോൺ ഫ്രം അബവ്, റീബർത്ത് ഫ്രം അബവ്. ഉയരങ്ങളിൽ നിന്നും വീണ്ടും ജനിക്കണം എന്നാ പറയുന്നത്. ഇവിടെ നമുക്കറിയാം, ഇതുവരെ കർത്താവിനോട് കൂടെയൊക്കെ ഇവര് സഞ്ചരിച്ചു, ഇവര് ശുശ്രൂഷകളൊക്കെ ചെയ്തു, കർത്താവിന്റെ അത്ഭുതങ്ങളൊക്കെ ചെയ്തു, കർത്താവിന്റെ ക്രൂശ് മരണത്തിലായിരുന്നു. 2-2.5 വർഷക്കാലം, 3-3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ എല്ലാ സമയങ്ങളിലും ഉണ്ടായിരുന്നിട്ടും they were not born from above. അവർക്ക് ഉയരങ്ങളിൽ നിന്ന് ജനിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ പെന്തക്കോസ്ത് നാൾ വന്ന സമയത്ത് ഈ ശിഷ്യ സമൂഹം, ഈ ആദിമ സഭ, അവര് താഴെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട്, ലൗകികമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട്, അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്ന, അവരെ അടിമകളാക്കിക്കൊണ്ടിരുന്ന, അവരെ കെട്ടിയിട്ടുകൊണ്ടിരുന്ന, അവരെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടിരുന്ന, അവരിൽ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, അവരെ പരസ്പരം അകറ്റിയിരുന്ന എല്ലാ കാര്യങ്ങളെയും ഒക്കെ വിട്ടിട്ട് ബൈ ദ സ്പിരിറ്റ് ആൻഡ് വിത്ത് ദ സ്പിരിറ്റ് ആൻഡ് through the anointment of the Holy Spirit, they become a community which is born from above, a community reborn from above. ഉയരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തപ്പെട്ട, ജീവിപ്പിക്കപ്പെട്ട, ശക്തീകരിക്കപ്പെട്ട ഒരു സഭയായി തീരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളുടെ ജീവിതത്തിലെ നമ്മളെ അലട്ടുന്ന പല താഴെയുള്ള ലൗകികമായ നമ്മുടെ പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരം എന്ന് പറയുന്നത് വി മസ്റ്റ് ബി ഏബിൾ ടു ബി ബോൺ ഫ്രം അബൌട്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവരായി, ദൈവത്തിന്റെ ആത്മാവിനാൽ ഉയർക്കപ്പെട്ടവരായിട്ടുള്ള ഒരു സമൂഹമായി തീരണം. പെന്തക്കോസ്ത് നാളിൽ ഈ സമൂഹത്തിന് വന്ന വലിയ മാറ്റം, അവർക്ക് വലിയ അത്ഭുതങ്ങൾ കാണാനും അവർക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാനും അവർ തന്നെ മറ്റുള്ളവർക്ക്, ലോകത്തിന് ഒരു വലിയ അത്ഭുതമായി തീരാനും കഴിഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ they transformed themselves
themselves from in the community from above. ഉയരങ്ങളിൽ നിന്നുള്ള ഒരു സമൂഹമായി തീരാൻ നമുക്ക് പലപ്പോഴും ഈ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പ്രസക്തമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് അതിൽ വളരെ ഫിക്സ്ഡ്, അതൊന്നും വേണ്ടാന്നൊന്നും നമുക്ക് അർത്ഥമില്ല. അതൊരു വലിയൊരു സ്ട്രാറ്റജിയായി, റിയാലിറ്റിയിൽ നിന്ന് ആളുകളെ പിടിച്ചുകൊണ്ടു പോകാനുള്ള സ്ട്രാറ്റജി ആയിട്ടൊന്നും ഞാൻ അതിനെ ഉപയോഗിച്ചാൽ നമ്മളത് ശ്രദ്ധിക്കണം. പക്ഷേ അതേസമയം തന്നെ പലപ്പോഴും when we exegete, when we concentrate, when we focus more on the things that is from below, the worldly things, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഭൗതികമായ മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തു പോയാൽ we will definitely miss the spiritual factor. ആത്മീയമായ അംശങ്ങൾ, ആത്മീയമായ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ വന്ന സമയം തൊട്ട് നമ്മുടെ സഭയോട് എല്ലാ കൂട്ടങ്ങളിലും കൂട്ടായ്മകളിലും പറയുന്നത്, we have to reorient our focus. We have to relocate our interest, our focuses. നമ്മുടെ ലക്ഷ്യങ്ങളെയും നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ ഇഷ്ടങ്ങളെയും ഒക്കെ നമുക്കൊന്ന് റീഓറിയന്റ് ചെയ്യാൻ, റീലൊക്കേറ്റ് ചെയ്യാൻ, റീഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ ഈ താഴെ ഭൗതികമായ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ധാരാളമായി കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് we have to take a break once in a while and to focus and to concentrate on things which is from above. നമ്മുടെ സഭ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന, ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെടുന്ന ഒരു സമൂഹമാണോ, കൂട്ടായ്മയാണോ, ഒരു സഭയാണോ, ഒരു സമൂഹമാണോ എന്നൊക്കെ ഒന്ന് വിലയിരുത്തുവാനും എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും, അങ്ങനെയുള്ള ഈ മറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ദൈവത്തിന്റെ ആത്മാവിലൂടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെയൊക്കെ ഒന്ന് തിരിച്ചറിയാൻ, അതിനെയൊക്കെ ഒന്ന് ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. We should change ourselves as a community which is born from above, reborn from above. ഉയരങ്ങളിൽ നിന്ന് പുനരുജ്ജീവനം പ്രാപിച്ച, പുനരുജ്ജീവിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി, സഭയായി തീരുവാൻ നമുക്ക് സാധിക്കണം. പെന്തക്കോസ്തിന്റെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള ഇന്നത്തെ ആലോചന ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മളൊക്കെ വ്യക്തിപരമായും സഭയായും സമൂഹമായും ഒരു പുതിയ സാഹചര്യത്തിലേക്ക്, ഒരു പുതിയ ആത്മീയമായ അവസ്ഥയിലേക്ക് നമ്മളൊക്കെ ഒന്ന് ആരുടെയോ ഓഡിയോ ഓൺ ആണ്, ആരുടെയോ ഓഡിയോ ഓൺ ആണ്. നിങ്ങൾ അവിടെ സംസാരിക്കുന്നത് ഇവിടെ കേൾക്കാം. ദയവായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. ആരുടെ ഓഡിയോ ഓൺ ആണ്, പ്ലീസ് ചെക്ക് യുവർ ഓഡിയോ. മ്യൂട്ട് ചെയ്യണം പ്ലീസ്. അപ്പൊ ഇതിൽ നമ്മൾ കാണുന്നത്, ഇവിടെ പിളർന്നിരിക്കുന്ന അഗ്നിനാവുകളെയും അതുപോലെ തന്നെ കാറ്റിനെയും അവർ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള ചില സിംബോളിക് എക്സ്പീരിയൻസസ്, ചില പ്രതീകാത്മകമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ ആരാധനകളിലും കൂടിവരവുകളിലും ഒക്കെ ഇങ്ങനെ ഒരുപാട് പ്രതീകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുരിശ്, നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്ന വേദപുസ്തകം, നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും ഒക്കെ ഇതൊരു പ്രതീകമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ആസ് സിമ്പിൾസ്. നമ്മളിപ്പോൾ ഇന്ന് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഈ ഞായറാഴ്ച ആഘോഷിക്കുമ്പോൾ നമ്മളൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് നമ്മൾ ആരാധനയ്ക്കായിട്ട് കൊണ്ടുപോകും. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ആലോചന പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്താണ്. ഈ ഒരു കൊട്ടയ്ക്കകത്തുള്ള ഈ ഫലമൂലാദികൾ അല്ലെങ്കിൽ ഈ ഫലവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ ഈ ലോകത്തോടായിട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് ലോകത്തോടായിട്ട്, നമ്മുടെ ആരാധനയിലൂടെ നമ്മൾ ദൈവത്തോടായിട്ട്, നമ്മളോടായിട്ട്, ചുറ്റുപാടുകളോടായിട്ട്, നമ്മുടെ ജീവിത അവസ്ഥകളോടായിട്ട് നമ്മൾ പറയുന്നത്. ഇവിടെ ചില പ്രതീകങ്ങൾ, ചില സിംബലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒന്നാമത്തെ പ്രതീകമല്ല, പ്രതീകങ്ങൾ അത് ഇമാജിനേറ്റീവ് അല്ല, അത് നിർമ്മിതമല്ല, അത് സാങ്കല്പികമല്ല. പ്രതീകങ്ങൾ എപ്പോഴും ഇറ്റ് ഇൻവോക്സ് us to a new reality which help us to go beyond what is seen. നമ്മൾ കാണുന്നതിൽ നിന്നും അപ്പുറത്തേക്ക് പോകാനായിട്ട് ഈ പ്രതീകങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾ സ്മൈലികളായി, ഇമോജികൾ അയക്കുന്നുണ്ട്, കൈ കൂപ്പുന്നുണ്ട്, കൈ അടിക്കുന്നുണ്ട്, മുഖം തന്നെ പല ടൈപ്പിൽ നമുക്ക് എക്സ്പ്രഷൻസിനെ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. ഇത് കാണുന്നതല്ല,
all these things, these emojis, these models, these symbols go beyond what is seen. നമുക്ക് കാണുന്നതിനും അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ പ്രതീകങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു കുരിശ് കാണുമ്പോൾ ആ കുരിശ് എന്നുള്ളതിനേക്കാൾ ഉപരി ആ കുരിശിനപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, നമ്മളൊരു തിരുവത്താഴ മേശയിൽ അപ്പവും മീഞ്ഞും അടങ്ങുന്ന ഈ കാസായും പിലാസയും കാണുമ്പോൾ നമ്മൾ ആ കാണുന്നതിൽ നിന്നും അതിനപ്പുറത്തേക്കുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തേക്ക്, യാഗത്തിലേക്ക്, നമ്മുടെ പാപത്തിന്റെ വിമോചനത്തിലേക്കൊക്കെ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, സിംബോളിക് ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മളെ നയിക്കേണ്ടത്. ഇപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ കല്യാണ മോതിരം ഇട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ മിന്നിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല 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 സിംബൽസ് നമ്മൾ എവറി ഡേ വി ആർ കൺഫ്രണ്ടഡ് വിത്ത് ദി reality of symbols which helps us to go beyond what is symbolic. ഈ പ്രതീകാത്മകമായതിനും അപ്പുറത്തേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാൻ നമ്മളെ റോഡിൽ വണ്ടി ഓടിക്കണമെങ്കിൽ നമ്മൾ സിംബോളിക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം, അല്ലെ? ഓരോരോ നമ്മുടെ നമ്മുടെ ഈ റോഡിൽ വെച്ചിരിക്കുന്ന സിംബലുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ വിദേശത്തുണ്ടായിരുന്ന സമയത്ത് ഒരു റോഡിൽ കയറിയ സമയത്ത് ഇങ്ങനെ 190 എന്ന് എഴുതി വെച്ചിരുന്നു. 190 എന്നല്ല അത് എഴുതി വെച്ചിരുന്നത്, അത് I-90 എന്ന് പറയുന്ന ഒരു ഹൈവേയുടെ പേരാണ്. പക്ഷെ ഞാൻ വിചാരിച്ച് അവിടെ നമുക്ക് 190 മൈൽ വരെ സ്പീഡിൽ ഓടിക്കാവുന്നത്. അത് ഞാൻ പള്ളിയിൽ ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛാ അത് 190 മൈൽ ഓടിക്കാവുന്നത് നല്ലത്, അത് I-90 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഹൈവേയുടെ പേരാണ്. I-90, I-120 അങ്ങനെയുള്ള പല ഹൈവേക്ക് നമ്പറുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ സിംബലുകൾ, നമുക്ക് കോഡുകൾ നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ, അതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വി വിൽ ബി ഇൻ ഡേഞ്ചർ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഈ ആദിമസഭയുടെ മേൽ വരുന്നത് ചില പ്രതീകാത്മകമായ ഭാഷയിലൂടെയാണ്, പ്രതീകാത്മകമായ ആവിഷ്കരണത്തിലൂടെ. അവിടെ ആദ്യം നമ്മൾ വായിക്കുന്നത് അത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവിടെ തോന്നി എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 21-ാം അധ്യായത്തിൽ അവർ കൂടിയിരുന്നപ്പോൾ ദൈവം കർത്താവായ യേശു ക്രിസ്തു, പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അവരുടെ മേൽ ഊതി, ഹി ബ്രീത്ത് ഓൺ ദം, അവരുടെ മേൽ ഊതി. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ ആ ഭാഗം നമ്മൾ കാണുന്നില്ല. മറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗത്ത് കാണുന്ന കർത്താവ് അവരുടെ മേൽ ഊതുന്ന ആ ഒരു പ്രക്രിയ ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ പെന്തക്കോസ് ദിനത്തിലാണ് കാണുന്നത്. ദ ലോർഡ് ബ്രെത്hed ദ ചർച്ച്. കർത്താവ് ഈ സഭയുടെ മേൽ അല്ലെങ്കിൽ ഒരു ജീവശ്വാസം ഊതുന്നതിലൂടെയാണ് പുതിയ നിയമസഭ രൂപീകരണം. നമുക്കതിന്റെ ഒരു ബ്രത്ത് ഈസ് എ സിംബൽ ഓഫ് ഗോഡ്സ് പവർ. നമ്മൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ ശ്വാസത്താലാണ് മനുഷ്യൻ ഉണ്ടായത്. അവിടെ പറയുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ, അല്ലെ? ശ്വാസമില്ലെങ്കിൽ നമുക്ക് ശബ്ദിക്കാൻ പറ്റത്തില്ല, അല്ലെ? ഈ ശ്വാസത്തിന്റെ ഈ പൊളിറ്റിക്സിലാണ്, ശ്വാസത്തിന്റെ തലങ്ങളിലാണ് ഓരോരോ ശബ്ദം ഉണ്ടാകുന്നത്, അല്ലെ? ഓരോരോ നമ്മൾ നാക്ക് അവിടെ ചെന്ന് അതിൻ്റെ കൂടെ ശ്വാസം വിടുന്ന സമയത്ത് നമുക്ക് ശബ്ദമുണ്ട്. നിങ്ങൾക്ക് ഫോണറ്റിക്സ് ഒക്കെ പഠിക്കുന്നവർക്കറിയാം എങ്ങനെ വായ് ഉണ്ടാകുന്നു, എങ്ങനെ പായ് ഉണ്ടാകുന്നു, എങ്ങനെ സായ് ഉണ്ടാകുന്നു, എങ്ങനെ ഓരോരോ അക്ഷരങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുന്നു. അത് ശ്വാസമാണ്. ബേസിക്കലി ബ്രീത്ത് ആണ് സ്പെഷ്യൽ. ഇപ്പൊ നമ്മൾ ഗ്രീക്ക് ടെക്സ്റ്റ് പഠിക്കുന്ന സമയത്ത് ബ്രീത്തിങ് എന്ന് പറയുന്നുണ്ട്, റഫ് ബ്രീത്തിങ്, സോഫ്റ്റ് ബ്രീത്തിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹ എന്ന് പറയുന്ന വാക്ക് ഗ്രീക്കിലില്ല, ഹ ഇല്ല, എച്ച് എന്ന് പറയുന്ന ലെറ്റർ ഇല്ല. ആ എച്ചിന് പകരം അത് റഫ് ബ്രീത്തിങ്. നമ്മൾ ഒരു വവ്വൽ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു കോമ നമ്മൾ വലത്തോട്ട് തിരിച്ചിട്ടാൽ അതിന് റഫ് ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. അവിടെ ഹമാർട്ടിയ എന്ന് പറഞ്ഞാൽ പാപം എന്നാണ് അർത്ഥം. അത് ആ വാക്കുവാണെങ്കിൽ ആ ആൽഫ എഴുതി അതിന്റെ മുകളിൽ നമ്മൾ ആ ഇൻവേർട്ടർ കോമ തിരിച്ചിടുമ്പോഴാണ് അത് ഹ ആയി മാറുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതൊക്കെ ഈ അക്ഷരങ്ങൾ, ഉച്ചാരണങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ശ്വാസത്തിന്റെ ഒരു ആവിഷ്കരണം. ദൈവം ഉച്ചരിച്ചു തുടങ്ങുന്നു എന്നുള്ളത്. ദൈവത്തിൽ നിന്ന് ശക്തമായ രീതിയിൽ വായു പുറപ്പെട്ടു തുടങ്ങുമ്പോൾ, ദൈവത്തിൽ നിന്ന് ശ്വാസം പുറപ്പെട്ടു തുടങ്ങുന്ന ഇടത്താണ് സൃഷ്ടി സംഭവിക്കുന്നത്. അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവിടെ പൊടി കൊണ്ടൊരു ഇമേജ് ഉണ്ടാക്കി, അതിനുശേഷം ദൈവം തൻ്റെ ശ്വാസം അതിൻ്റെ മേല് ഊതി. ആ മൺപ്രതിമയുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ഗോഡ് ബ്രെത്ത് എന്നാ പറയുന്നത്, ഗോഡ് ബ്രെത്ത് ഇൻടു ദം, അല്ലെ? അവരിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ഊതിയപ്പോഴാണ്, അല്ലെ? ശ്വാസം ഊതുന്നു.
ശ്വാസം ഊതിയപ്പോഴാണ് അവർ ജീവൻ. അപ്പോൾ ഇവിടെ നോക്കണം, ഈ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് ഒരു കാറ്റടിച്ച് ഇവരുടെ മേൽ കാറ്റടിക്കുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? The church is rebirth. The humanity is given a new birth on the Pentecost. ഈ ലോകം, ഈ ജനം, ഈ ദൈവജനം പെന്തക്കോസ്ത് ദിനത്തിൽ അവർക്ക് ഒരു പുതിയ ജീവൻ ദൈവത്തിന്റെ ആത്മാവ് നൽകണം. A new life is given to them. അവർക്കൊരു പുതിയ ആത്മാവ് നൽകുകയാണ്, ഒരു പുതിയ ജീവൻ അവർക്ക് നൽകുകയാണ്. ഇറ്റ്സ് എ സിംബൽ ഓഫ് ഗോഡ്സ് പവർ. ദൈവത്തിന്റെ അധികാരത്തിന്റെ, ദൈവത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഈ കാറ്റ്. അതുകൊണ്ട് നമുക്കറിയാം, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നില്ലേ, വിന്നിങ് മിൽസ് എന്നൊക്കെ പറയുന്നത് വളരെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ ഈ തമിഴ്നാട്ടിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് കാണാം, വലിയ വിൻഡ് മിൽസ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട്. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് എനർജി. യു ക്യാൻ പ്രൊഡ്യൂസ് എനർജി ഫ്രം ദ വിൻഡ്. കാറ്റിൽ നിന്ന് നമുക്ക് ഊർജം ഉണ്ടാക്കാൻ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ കഴിയും. ഇതൊക്കെ ഒരു ബേസിക് കോൺസെപ്റ്റ്, ഇതൊക്കെ ഒരു ബിബ്ലിക്കൽ കോൺസെപ്റ്റ്, ഇതൊരു ഡിവൈൻ കോൺസെപ്റ്റാണ്. യഥാർത്ഥത്തിൽ ദൈവം അവരുടെ മേൽ ഊതുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് കാറ്റ് പോലെ അവരുടെ മേൽ, കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ, കാറ്റ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല, അത് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഈ ജനങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്, ഇവരുടെ മേൽ വരികയാണ്. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ദേ ആർ എംപവേർഡ് ബൈ. അവര് ഒരു പുതിയ ജന്മം, ഒരു പുതിയ ഉയർപ്പ്, ഉയരങ്ങൾ, സ്വർഗം, ദൈവം അവരെ ഉയർപ്പിക്കുകയാണ്, ദൈവം അവരെ ബലപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിലെ യെഹെസ്കേൽ പ്രവാചകനെ ഒരു ഉണങ്ങിയ അസ്ഥിയുടെ താഴ്വരയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ദൂതൻ പ്രവാചകനോട് ചോദിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം, എസെക്കിയേൽ ചാപ്റ്റർ 37 9-10 പറയുന്നുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവന്റെ മേൽ ഊതുക എന്ന് പറയുന്നുണ്ട്. ഈ ഉണങ്ങിയ അസ്ഥികളുടെ മേൽ ഊതിയ സമയത്ത് ആ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര ജീവനുള്ള മനുഷ്യരുടെ ഒരു താഴ്വരയായ അസ്ഥികളുടെ മേൽ മാംസം പറയുന്നു. അത് മാംസം ഉണ്ടാകുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുന്നു, അവരോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഭയിൽ, നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാറ്റടിച്ച് നമ്മളൊക്കെ ഒന്ന്, ചിലരൊക്കെ ഉണ്ട് എത്ര കാറ്റടിച്ചാലും ആടാത്ത കുലുങ്ങാത്ത ചില ആൾക്കാരുണ്ട്. ഇങ്ങനെ നിൽക്കും, അവരിങ്ങനെ മല പോലെ നിൽക്കുന്ന മനുഷ്യരാണ്. മല പോലെ നിൽക്കരുത്, മരം പോലെ നിൽക്കണം. കാറ്റടിക്കുമ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ആടിക്കൊടുക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വളഞ്ഞു കൊടുക്കണം. നമ്മൾ ചിലരൊന്നും വളയത്തില്ല, മല പോലെ നിൽക്കും. അല്ലെ പറഞ്ഞു, എനിക്ക് ഭയങ്കര സ്ട്രോങ് നിലപാടാ, ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കും. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ ഹിയർ ഐ സ്റ്റാൻഡ്. എന്നാലും ഇടയ്ക്ക് ദൈവത്തിന്റെ ആത്മാവൊന്ന് കാറ്റടിപ്പിക്കുമ്പോൾ ഒന്ന് ചാഞ്ഞു കൊടുത്താൽ കുഴപ്പമില്ല, ഒന്ന് ആടിക്കൊടുക്കുന്നത് നന്മയാ. ഇങ്ങനെ മല പോലെ നിൽക്കാനല്ല. വി ഷുഡ് എക്സ്പീരിയൻസ് ദ വിൻഡ്. നോക്കൂ അല്ലെ, എത്ര മലകൾ എത്ര മനോഹരമായിട്ടാവും ഈ കാറ്റുകളൊക്കെ അനുഭവിച്ചറിയുക അല്ലെ. മരകളിൽ നിൽക്കുന്ന മരങ്ങൾ എത്ര സൗന്ദര്യത്തോടു കൂടിയാണ് ആ കാറ്റിനൊത്ത് ചാഞ്ചാടുന്നത്. അതുകൊണ്ട് we should be moved, we should be touched by the wind of creative wind of God. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഈ ശക്തീകരണം, ഈ കാറ്റിലൊന്ന് ചാഞ്ചാടാനായിട്ട് നമുക്ക് കഴിയണം. ഉണങ്ങിയ അസ്ഥികളെയൊക്കെ ഒന്ന് ജീവിപ്പിക്കാനായിട്ട് സാധിക്കും. ചിലതൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെ, ഉണങ്ങിയ ഭയങ്കര സ്ട്രോങ് ആണ്, മസിലാണ്. നമ്മുടെ ഒന്നും കൂട്ടുള്ള ഇങ്ങനെ വളരെ ഇങ്ങനെ ഇളകി കിടക്കുന്ന മാംസങ്ങളൊന്നുമല്ല, അവരിങ്ങനെ വളരെ സ്റ്റിഫായിട്ടൊക്കെ ഇരിക്കും ഇങ്ങനെ അല്ലെ. നമ്മുടെയൊക്കെ അസ്ഥികളും മാംസങ്ങളും ഒക്കെ തമ്മിൽ അകലമുണ്ട്. ചിലരൊക്കെ 6 പാക്ക് മസിലൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ വി ഷുഡ് എക്സ്പീരിയൻസ് ദ വെയിറ്റ്. ചില ഉണങ്ങിയ അസ്ഥികളൊക്കെ ഒന്ന് ജീവിക്കണം. അത് ജീവനുള്ളവരുടെ താഴ്വരയായി. സഭ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയല്ല. ഇറ്റ് ഈസ് നോട്ട് ദ വാലി ഓഫ് ദ ഡ്രൈ ബോൺസ്. ചർച്ച് ഈസ് ദ വാലി ഓഫ് ദ ലിവിങ്. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഊതുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഉണർത്തപ്പെട്ട, ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട, ശക്തീകരിക്കപ്പെട്ട, ഉണർത്തപ്പെട്ട ഒരു സമൂഹമായിട്ട് അവർ തീരണം സഭ. Every time when we listen to the word of God, we should have the experience of being rebirthed by the wind of God, creative breath of God. ദൈവത്തിന്റെ ജീവൻ നൽകുന്ന ശ്വാസം, വചനം അല്ലെ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. സംസാരിക്കണമെങ്കിൽ വചനം വരണമെന്നുണ്ടെങ്കിൽ
ബറഹ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ബറഹ് എന്ന് പറഞ്ഞാൽ വാക്കെന്ന വേർഡ് ലോഗോസ് എന്ന് ഗ്രീക്കിൽ പറയും. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉണർത്താനും ഉണക്കലുകളും വാട്ടലുകളും ഒക്കെ ഒന്ന് മാറാനും ഒക്കെ കഴിയണം. ഒന്നാമത്തെ അടയാളം അതാണ്. എന്ത്? ദ വിൻഡ് റിമൈൻഡ്സ് us about the creative power of God. ദൈവത്തിന്റെ സൃഷ്ടിക്കുന്ന ശക്തിയെ നമ്മൾ ഓർമ്മിപ്പിക്കുക. ആത്മാവ് നമ്മളെ വീണ്ടും പുനർസൃഷ്ടിക്കുക. ആത്മാവ് നമ്മളെ വീണ്ടും ജീവിപ്പിക്കുക. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നമ്മളൊക്കെ വീണ്ടും ജീവിക്കണം. നിരന്തരം വീണ്ടും ജീവിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. പുനർജീവനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സഭയായി തീരണം. പെന്തക്കോസ്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നമ്മളെ നിരന്തരം ജീവിക്കുന്ന, നിരന്തരം ഉണങ്ങിപ്പോകാതെ, വാടിപ്പോകാതെ, തളർന്നു പോകാതെ, നിരന്തരം ശക്തിയോടെ ജീവിക്കുന്ന, സാക്ഷികളായി ജീവിക്കുന്ന ഒരു സമൂഹമായി, സഭയായി തീരാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ പ്രതീകം നമ്മളവിടെ കാണുന്നത് എന്താണ്? പിളർന്ന അഗ്നി നാവുകളാണ്, അല്ലെ? ദ ടങ്സ് ഓഫ് ഫയർ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഹിസ്റ്റോറിക് സിംബലാണ്, അല്ലെ? അതെന്താണ്? അത് പഴയ നിയമ ചരിത്രം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇസ്രായേൽ കാണിക്കുന്നത് പോലെയല്ല. ഇസ്രായേൽ ഇപ്പം ആകാശത്തോട്ട് ഫയർ അടിക്കുകയാണ്. ഫയറിങ്ങാണ്, മൊത്തം ഫയറിങ്ങാണ്, അല്ലെ? അവിടെ ഫയറിങ്, ഇവിടെ ഫയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ്. ദേ ബിക്കം ദ പീപ്പിൾ ഓഫ് ഫയറിങ്. നമ്മൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സഭയോട് പറയുന്നത് അങ്ങനൊന്നും അല്ല. ആ ഫയർ അല്ല പറയുന്നത്. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ഡിസ്ട്രക്റ്റീവ് ഫയർ. അത് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി നശിപ്പിക്കുന്ന, അല്ലെ? ഗഹന്ന, അല്ലെ? അവിടെ അണയാത്ത അഗ്നി, അത് വേറെ. ചിലർ അത് സൃഷ്ടിക്കാം. ഭൂമിയിൽ ഗഹന്നകൾ സൃഷ്ടിക്കുന്ന, നരകങ്ങൾ സൃഷ്ടിക്കുന്നതല്ല പറയുന്നത്. ഇത് പ്രതീകാത്മകമായി പിളർന്ന അഗ്നി നാവുകൾ പോലെയാണ്. എന്താണ് അത് പറയുന്നത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോശയെ ദൈവം വിളിക്കുമ്പോൾ, ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശയെ ദൈവം വിളിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു കുറ്റിച്ചെടി, അല്ലെ? കത്തുന്നുണ്ടെങ്കിലും അത് വെന്തുപോകാതെ കാണും. ബേണിംഗ് ബുഷ്. അതില് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഗോഡ്സ് പ്രസൻസ്. വേർ ദർ ഈസ് ഫയർ, ദർ ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം. ആ കത്തുന്ന മുൾച്ചെടിയിൽ നിന്നുകൊണ്ടാണ് ദൈവം മോശയെ വിളിക്കുന്നത്. ഗോഡ് ഈസ് കോളിംഗ് മോസസ് ഫോർ എ മിഷൻ. ഒരു ദൗത്യത്തിന് വേണ്ടി, അതിനെ ശക്തീകരിക്കുന്നതിന് വേണ്ടി, തൻ്റെ സാന്നിധ്യത്തെ ഉറപ്പാക്കുന്നതിന് വേണ്ടി ദൈവം വിളിക്കുന്നത് ഈ ഹോരേബ് പർവ്വതത്തിലൂടെയാണ് മോശയെ ദൈവം വിളിക്കുന്നത്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും. ദ പില്ലർ ഓഫ് ഫയർ. എന്തിനാണ് പില്ലർ ഓഫ് ഫയർ? രാത്രിയിൽ വെളിച്ചം കൊടുക്കുവാനായിട്ട്, തണുപ്പ് മാറ്റുവാനായിട്ട്. See, both these symbols are meant to dignify or denote the symbol of God's presence. നമ്മൾ ഈ മെഴുകുതിരി കത്തിക്കുമല്ലോ, പഴയ ഈസ്റ്റേൺ ട്രഡീഷനിലൊക്കെ നിലവിളക്ക് കത്തിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ വെളിച്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഫയർ സിംബലൈസസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യം. അതുകൊണ്ട് ഇവരുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വരികയാണ്. ഈ ഒരു സമൂഹത്തിന്റെ മേൽ ഈ മറ്റുള്ളവരൊക്കെ കായികനികളും ഒക്കെ ആയിട്ട് യെരുശലേം ദേവാലയത്തിലൊക്കെ പോയി അവിടെ ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനിരുന്ന സമയത്ത് ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇവരെ തേടി ഇങ്ങോട്ട് വരിക. They are not roaming around, they are not running around to experience the presence of God. Rather, the presence of God is descending on the people who were gathered at one place. ഒരു സ്ഥലത്ത് കൂടിയിരുന്ന, കാത്തിരുന്ന ഈ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങോട്ട് വരുന്നു. വേറെ ചിലർ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയവർക്ക് കിട്ടാതിരിക്കുന്നു. എങ്ങും പോകാതെ കാത്തിരുന്നവർക്ക് കാത്തിരുന്നിടത്തേക്ക് ദൈവം തന്റെ സാന്നിധ്യം അയച്ചു കൊടുക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം നൽകുന്നു. ഈ നമ്മുടെ ആരാധനകളുടെയൊക്കെ ഉള്ളൊരു വലിയ പ്രശ്നം അതാണ് പലപ്പോഴും, അല്ലെ?
നമ്മൾ ഈ കോവിഡിന്റെ സമയത്തൊക്കെ നമുക്ക് ആർക്കും പള്ളിയിൽ പോകണ്ടായിരുന്നു, മണി അടിക്കണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു അല്ലേ. നമ്മൾ അവിടെ ഇരുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ വാസ്തവമായിട്ട് ദൈവത്തെ മനഃപൂർവ്വമായിട്ട് ചങ്ക് പൊട്ടി വിളിച്ച്, കർത്താവേ കോവിഡ് വരല്ലേ ഇല്ലേ. നമ്മൾ ഓൺലൈനിൽ കൂടെ ഇതൊക്കെ കണ്ട് അച്ഛൻ പ്രാർത്ഥന നടത്തിയപ്പോഴും ആരാധന നടത്തിയപ്പോഴും ഒക്കെ നമ്മൾ ഇരിക്കുന്ന ഇടത്തും ഒക്കെ കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. അതിനു മുമ്പ് മണി അടിക്കണമായിരുന്നു അല്ലേ. 1-ാം മണി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, നമുക്ക് പിന്നെ 1 മണിയേ ഉള്ളൂ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ 3 മണി അടിക്കണം. 1-ാം മണി, 2-ാം മണി, 3-ാം മണി. മണി അടിച്ചിന് എങ്കില് ദൈവം വരുത്തുള്ളൂ. ചില ട്രഡീഷനുകളിലൊക്കെ ഈ ഗോസ്പൽ വായിക്കുമ്പോൾ ഇങ്ങനെ മണി അടിക്കും അല്ലേ. ഇതൊന്നും നമുക്ക് വേണ്ടായിരുന്നു. കോവിഡിന്റെ സമയത്ത് ഒരു മണിയടിയും വേണ്ട, ഒരു സംഭവം വേണ്ടായിരുന്നു. നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് സാധിച്ചു. ചിലരൊക്കെ സാന്നിധ്യം തേടി അങ്ങോട്ട് പോയി, അവർക്ക് കിട്ടിയില്ല. പക്ഷെ ഇവിടെ ചില മനുഷ്യരെ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയാണ്. The presence of God is in search of the waiting. ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരിക. ഒരുക്കമാ പ്രധാനം. ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനുള്ള ഒരുക്കത്തോടു കൂടെ കടന്നു വരണം. ഇന്ന് എന്ത് കുറ്റം കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കടന്നു വരരുത്. ഇന്ന് നമ്മുടെ പാവം വാച്ച്മാൻ സുരേഷിന് 2 എണ്ണം പറയണം, അല്ലെങ്കിൽ ഇന്ന് വേറെ ആൾക്ക് 2 എണ്ണം പറയണം. ചിലരൊക്കെ അതിലാ ഒരുക്കി വരുന്നത്. അല്ലെങ്കിൽ ചായക്ക് വെള്ളം കൂടി പോയി, സാമ്പാറിന് ഉപ്പ് കുറഞ്ഞു പോയി, അത് പറയാൻ പറ്റില്ല. നമ്മുടെ കളിലെ കാര്യമല്ല. അല്ല, അതൊന്നുമല്ല, അതല്ല ഒരുക്കം. എന്താ ഒരുക്കം? ആർ വി റിയലി പ്രിപ്പയർഡ്? ഒരുക്കം പ്രധാനമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച ഞാൻ ഈ ഒരുക്കത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഒരുക്കം പ്രധാനം. ഡിസിഷൻസുകളൊക്കെ വേണമെങ്കിൽ, തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഒരുക്കം വേണം അല്ലേ. യു ഷുഡ് നോട്ട് ഡിസൈഡ് ഇൻ ഹേസ്റ്റ്. നമ്മൾ തിരക്ക് പിടിച്ച് തീരുമാനം എടുക്കരുത്, ഒരുങ്ങി വേണം തീരുമാനങ്ങൾ. അപ്പൊ ഈ ഒരുങ്ങി കാത്തിരുന്ന അവരായിരിക്കുന്ന ഇടത്ത് ആത്മീയതയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ അവർ ഒരുങ്ങിയപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ വന്നു. അപ്പോൾ ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഈ അഗ്നി സൂചിപ്പിക്കും. 2 ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ കെരൂബുകളുടെയും സാറാഫുകളുടെയും ഒരു ചിത്രം നമ്മൾ വായിക്കുന്നു അല്ലേ. അവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിൽ പാർക്കുന്നു, ഞാൻ ദൈവത്തിന്റെ തേജസ് കണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് ഒരു തീക്കനൽ എടുത്തിട്ട്, ഓർക്കണം, ഒരു തീക്കനൽ എടുത്തിട്ട് ഈ പ്രവാചകന്റെ മനുഷ്യന്റെ നാവിന്മേൽ തൊട്ടു, അവന്റെ നാവിനെ ശുദ്ധീകരിച്ചു. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ ആ തീക്കനൽ അവന്റെ നാവിന്മേൽ തൊട്ടു, നീ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ അഗ്നി ശുദ്ധീകരിക്കുന്നതാണ്. ഫയർ സാങ്ക്ടിഫൈസ്. സ്വർണം അത് ശുദ്ധീകരിക്കണമെങ്കിൽ, അതിന്റെ അഴുക്ക് മാറണമെങ്കിൽ അഗ്നിയിലൂടെ കടന്നു പോകണമെന്ന് ജെയിംസ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലേ. അഗ്നിയിലൂടെ നമ്മൾ സ്വർണം കടന്നു പോകുമ്പോൾ ആ പണിക്കാരൻ അതിനെ സൂക്ഷിക്കുന്നത് പോലെ നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം, ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, 2 അഗ്നി വിശുദ്ധീകരിക്കുന്നതാണ്. ഫയർ സാങ്ക്ടിഫൈസ്. ഇവിടെ ഈ സഭ, ഈ ജനം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അവരുടെ കുറവുകളിൽ നിന്ന്, അവരുടെ ബലഹീനതകളിൽ നിന്ന്, അവരുടെ എല്ലാ കുറ്റങ്ങളെയും കുറവുകളെയും ഈ പിളർന്നിരിക്കുന്ന അഗ്നിനാവരുടെ മേൽ വരുന്നതിലൂടെ സഭ വി നീഡ് ടു ബി എ സാങ്ക്ടിഫൈഡ് കമ്മ്യൂണിറ്റി. നമ്മൾ പാപം മോചിപ്പിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട, ശുദ്ധീകരണം പ്രാപിക്കപ്പെട്ട ഒരു സമൂഹമായി നിരന്തരം മാറിക്കൊണ്ടിരിക്കണമെന്നാണ് ഈ അഗ്നി നമ്മളോട് പറയുന്നത്. നമുക്ക് വിടുതൽ വേണം, നമുക്ക് ശുദ്ധീകരണം. നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും ഒക്കെ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ശിഷ്യന്മാർ മീൻ പിടിച്ചിട്ട് കരയിൽ വന്നിറങ്ങുന്ന സമയത്ത് അവിടെ തീക്കനലും, അവിടെ പറയുന്നുണ്ട്, തീക്കനലും അതിന്മേൽ ചുട്ട അപ്പവും കണ്ടു എന്ന് പറഞ്ഞു. ദേ ഹാവ് സീൻ ദ ഫയർ. ഒരു കണ്ടത് അഗ്നിയാണ്. നമ്മുടെ വിശുദ്ധീകരണത്തെ, നമ്മുടെ കുറവുകളെ, നമ്മൾ ഏറ്റു പറയേണ്ടുന്ന പാപങ്ങളെ, നമ്മൾ മോചനം പ്രാപിക്കേണ്ടുന്ന, വിടുതൽ പ്രാപിക്കേണ്ടുന്ന നമ്മുടെ അവസ്ഥകളെ കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുന്നു. The fire reminds us about our
ഫോൾ ഔട്ട്സ്, നമ്മുടെ വീഴ്ചകളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് നാളിൽ സഭ ഉയരത്തിൽ നിന്ന് ജനിക്കുക, സഭ പുനരുജ്ജീവിപ്പിക്കപ്പെടുക, സഭയ്ക്കൊരു പുതിയ ജീവൻ ലഭിക്കുക. അതുകൊണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു പെന്തക്കോസ്റ്റൽ സമൂഹമായിട്ട് നമുക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കണം. ഉയരങ്ങൾ ഉണർത്തപ്പെട്ടവരായി, we should become a community which is reborn from above. ഉയരങ്ങളിൽ നിന്ന് ഉണർത്തപ്പെട്ട ഒരു സഭയായി നമ്മുടെ സഭ, നമ്മുടെ സമൂഹം, നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതൊരു പെന്തക്കോസ്താണ്. സഭ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത, ഇന്നത്തെ ധ്യാനം, ഇന്നത്തെ പഠനം അവസാനിപ്പിക്കുകയാണ്. വി മസ്റ്റ് ഓൾ ട്രാൻസ്ഫോം ourselves as a community born from above, reborn from above. ഉയരങ്ങളിൽ നിന്ന് പുനരുജ്ജീവനം പ്രാപിച്ച ഒരു സഭയായി തീരുവാൻ, ഉയരങ്ങൾ ഉണർത്തപ്പെട്ട ഒരു സഭയായിട്ട് തീരുവാൻ. നമ്മുടെ താഴെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങളുടെ മേലുള്ള നമ്മുടെ ഈ തർക്കങ്ങളും ഈ അവകാശങ്ങളും ഈ വാദങ്ങളും ഈ ചർച്ചകളും ഈ അടിപിടികളും കടിപിടി കൂടലുകളും ഒക്കെ അവസാനിപ്പിച്ചിട്ട് let us focus on the heavenly things. Let us concentrate on the things ഉയരങ്ങളിൽ നിന്നുള്ള, ഉയരങ്ങളിലേക്കുള്ള ചിന്തകളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉയരങ്ങൾ ഉണർത്തപ്പെട്ടവരായി, ഉയരങ്ങൾ ഉണർത്തിയവരായി, ആത്മാവിനാൽ ഉണർന്നവരായി, കാറ്റ് അനുഭവിക്കുന്നവരായി, അഗ്നിയുടെ ചൂട് അനുഭവിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മുൻപോട്ട് നയിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരുക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മളെ അതിനായിട്ട് ബലപ്പെടുത്തുമാറാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, ദൈവമേ, കഴിഞ്ഞ ഒരു രാത്രിയും ഒരു പകൽക്കാലവും ഞങ്ങളെ അത്ഭുതകരമായിട്ട് അവിടുത്തെ കരത്തിലൊക്കെ സൂക്ഷിച്ചു, പരിപാലിച്ചു. വരാമാകുന്ന സകല ആപത്തിൽ നിന്നും, അനർത്ഥത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്ത അവിടുത്തെ വിലയേറിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽ കൂടി കാണുവാൻ, ഇന്നത്തെ ഈ പകലിന്റെ സന്തോഷമൊക്കെ ഞങ്ങൾ അനുഭവിപ്പാണ്ടൊക്കെ, പ്രത്യേകിച്ച് കർത്താവെ വചനം ഞങ്ങളെ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ കാറ്റ് ഞങ്ങളുടെ മേൽ അടിക്കുമ്പോൾ കർത്താവെ ഞങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിപ്പാണ്ടൊക്കെ വേണം. കർത്താവെ, ഉണങ്ങിയ അസ്ഥികളൊക്കെ ജീവനോടെ ആർപ്പിടുവാണ്ടൊക്കെ വേണം നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, എൻ്റെ പ്രിയ പിതാവ് കർത്താവെ, അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചതുപോലെ ഞങ്ങളും ഉയരത്തിൽ നിന്നൊക്കെ ഒന്ന് ജനിക്കപ്പെടുവാണ്ടൊക്കെ വേണം. ആത്മീകമായിട്ട് കർത്താവെ ഞങ്ങൾ ജനിക്കപ്പെടുവാണ്ടൊക്കെ വേണം കർത്താവെ. അനേകരെ കർത്താവെ ഞങ്ങൾ അത്തരത്തിലൊക്കെ മാറ്റുവാണ്ടൊക്കെ വേണം നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി, കർത്താവിൻ്റെ കരുതൽ പകർന്നു കൊടുക്കുന്നവരായിട്ടൊക്കെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെയൊക്കെ ഇന്ന് കർത്താവെ ദൈവമേ, ഡ്രൈ ബോൺസ് ആയിട്ടൊക്കെ ഞങ്ങൾ മാറിയിരിക്കുന്നു കർത്താവെ. എന്നാൽ അങ്ങനെയല്ല, ഞങ്ങളൊക്കെ ജീവനുള്ള ക്രിസ്തുവിനെ ആരാധിക്കുന്ന ജീവനുള്ള സമൂഹമായിട്ട് രൂപാന്തരപ്പെടുവാണ്ടൊക്കെ വേണം കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട് കർത്താവെ. ആരാധിക്കുന്ന ദൈവത്തോട് കൂടെ ചേർന്നുകൊണ്ട് കർത്താവെ അത്തരത്തിലൊക്കെ ഞങ്ങൾ ഏറ്റുപാടുവാൻ, പറയുവാൻ, വിശ്വസിപ്പാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ അത്തരത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥതയാണ് എല്ലാ വിഷയങ്ങളും ഒരു പ്രാവശ്യം കൂടെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുക കർത്താവെ. നിന്റെ മക്കളുടെ മേലെല്ലാം അവിടുത്തെ കാറ്റടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, കാറ്റടിക്കുമ്പോൾ ഞങ്ങൾ ഒടിഞ്ഞു വീഴുവാനായിട്ടല്ല കർത്താവെ, കൂടുതൽ കർത്താവെ മെച്ചമായിട്ട് ദൈവമേ ഞങ്ങൾ വളരുവാണ്ടൊക്കെ വേണം, മറ്റുള്ളവർക്ക് തണലേകുവാണ്ടൊക്കെ വേണം, മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ കൊടുക്കുന്ന നല്ല വൃക്ഷങ്ങളായിട്ടൊക്കെ ഞങ്ങൾ നിലനിൽപ്പാണ്ടൊക്കെ വേണം കർത്താവെ. നീ ഇവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക തണൽ മരങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകുവാണ്ടൊക്കെ വേണം നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത്തരത്തിലൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ച കർത്താവെ താങ്ക്സ് ഗിവിംഗ് സർവീസ് ആയിട്ടൊക്കെ ഞങ്ങൾ കൂടി വരുമ്പോൾ ദൈവമേ, കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം ചെയ്ത നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ കർത്താവെ ഞങ്ങൾ ദൈവത്തോടെ ഏറ്റുപറഞ്ഞ് അതിന് നന്ദിയുള്ളവരായിട്ട് ദൈവത്തെ ആരാധിപ്പാണ്ടൊക്കെ വേണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
പലവിധത്തിലുള്ള പ്രയാസങ്ങളാൽ രോഗങ്ങളാലൊക്കെ കർത്താവെ ഭാരപ്പെടുന്ന അനേകര് കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ ആയിരിക്കുന്നു. പിതാവ് അവരെയൊക്കെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഏറ്റവും ഊർജ്ജസ്വലരായിട്ട്, ഏറ്റവും ആരോഗ്യപരമായിട്ട്, സന്തോഷപരമായിട്ട്, കുടുംബമായിട്ട് കർത്താവെ, വ്യക്തികളായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഞായറാഴ്ച കടന്നു വരുവാനുള്ള കൃപ നിന്റെ മക്കൾക്ക് എല്ലാവർക്കും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ബലഹീനതകളുണ്ട് കർത്താവെ. ബലഹീനതയുടെ മധ്യത്തിലും കർത്താവെ ബലം പകരുന്ന ദൈവത്തെ കാണുവാൻ തക്കവണ്ണം രുചിച്ചറിയുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൂടി വരുമ്പോൾ ബെന്തക്കോസ്തിന്റെ അനുഭവം ഞങ്ങളുടെ സഭയിൽ ഉണ്ടാകുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു കർത്താവെ. നന്ദിയോടുകൂടി ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ തൃക്കരത്തിൽ ഭരമേൽപ്പിക്കുന്നു. നീ അവിടുന്ന് ഏറ്റെടുക്കണമേ, നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ, നീ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എനിക്ക് വരുവാൻ കഴിവില്ല എന്ന് കർത്താവെ, കഴിയില്ല എന്നും ഒക്കെ ഹൃദയത്തിൽ നിരൂപിക്കുന്നവരോട് നീ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. സകലതും എൻ്റെ ദൈവത്താൽ സാധ്യമെന്ന് വിശ്വസിച്ചുകൊണ്ട് കടന്നു വരുവാൻ എൻ്റെ പ്രിയ പിതാവ് എല്ലാവരും ഇവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവുകൾ കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്കും ചുറ്റുപാടുകൾക്കും എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ കർത്താവെ. ഞങ്ങൾ അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരുന്നത് കർത്താവെ ഞങ്ങൾക്ക് ഏറിയ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരുപോലെ അനുഗ്രഹിച്ചാട്ട്, നന്മകളാൽ നിറച്ചാട്ട്, ഇന്നത്തെ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും ഞങ്ങൾ തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചറിവിന്റെ മറവിലൂടെ ഞങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിലൂടെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആവശ്യമാഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും കാവലും പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും പ്രത്യേകിച്ച് രോഗത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും അവരുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും കൂടെ എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ റിജിത്തിനോട്, സങ്കീർത്തനം വായിച്ച് നമ്മളെ സഹായിച്ച റിജി ആൻറ്റിയോട്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളെ നടത്തിയ അഞ്ജുവിനോടുള്ള പ്രത്യേക നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഞായറാഴ്ച നിങ്ങളെ എല്ലാവരെയും ദേവാലയത്തിൽ ശുശ്രൂഷയിൽ കാണാം. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Acha. Thank you, uncle. Thank you so much. Thank you. Thank you, Rinse. Thank you very much. എല്ലാവർക്കും താങ്ക് യു.